നമസ്തേ, ഞാൻ വി.എസ്. കൃഷ്ണരാജ്. എല്ലാ പ്രേക്ഷകർക്കും പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. നമ്മുടെ തീരങ്ങൾ വലിയ ആശങ്കയിലാണ്. അതായത് ഇന്നു മുതൽ വീണ്ടും കാലവർഷം കനക്കും എന്ന വാർത്ത വരുന്നു. ട്രോളിംഗ് നിരോധനമാണ്. മാത്രമല്ല കണ്ടെയ്നറുകൾ കടലിൽ പോയതിനെ തുടർന്നുണ്ടാകുന്ന ആശങ്ക വേറെ. അങ്ങനെ അപ്പാടെ വലിയ പ്രതിസന്ധിയിലേക്ക് വറുതിയിലേക്കോ എന്ന സംശയം പോലും ബാക്കിയാണ്. തീരങ്ങൾ വലിയ കഷ്ടതയിലാണ്. നിരവധി വാർത്തകളുണ്ട്. നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. കടലിൽ കത്തിയമർന്ന് കപ്പൽ, പൂർണ്ണമായും തീ വിഴുങ്ങിയെന്ന് കോസ്റ്റ് ഗാർഡ്. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരും. രക്ഷാദൗത്യം ദുഷ്കരം. 2 ജീവനക്കാരുടെ നില അതീവ ഗുരുതരം. കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഇന്ന് യോഗം ചേരും. കേരള തീരത്ത് ജാഗ്രത. കൊച്ചി മുതൽ കോഴിക്കോട് വരെ കണ്ടെയ്നറുകൾ അടിഞ്ഞേക്കും. തുടർ കപ്പലപകടങ്ങളിൽ തീരങ്ങളിൽ ആശങ്ക. പേടിക്കാനില്ലെന്ന സർക്കാർ. കൂനിന്മേൽ കുരുവായി ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. സ്പീക്കറും നിയമസഭാ ജീവനക്കാരും പോരോട് പോര്. ഏറ്റുമുട്ടൽ. ലൈബ്രറി ജീവനക്കാർക്ക് ഫയൽ എഴുതാൻ അനുമതി നൽകിയതിന് പിന്നാലെ പ്രതിഷേധിച്ച് ഭരണ പ്രതിപക്ഷ സംഘടനകൾ. പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെന്ന ഹർജി പരിഗണിക്കും. സത്യവാങ്മൂലം പരിശോധിക്കണമെന്ന് നവ്യ ഹരിദാസ്. ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് ചോദ്യങ്ങൾ ഇനി കടുക്കും. പരിഷ്കാരം അടുത്ത മാസം നിലവിൽ. ഓപ്ഷനുകൾ 4 ആക്കും. കാലവർഷം തോർന്നിട്ടില്ല. ഇന്ന് കനത്തു പെയ്തേക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വാർത്തകളിലേക്ക് വിശദമായി. കഴിഞ്ഞ ദിവസം കടലിൽ വച്ച് തീപിടിച്ച ചരക്കുകപ്പൽ, അത് വലിയൊരു ആശങ്കയായിരുന്നു. ഇന്നിപ്പോൾ കേൾക്കുന്ന വാർത്ത, തീപിടിച്ച ചരക്ക് കപ്പലിനെ മുഴുവനായും തീ വിഴുങ്ങി എന്നാണ്. കോസ്റ്റ് ഗാർഡാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചത്. രക്ഷപ്പെടുത്തിയ 18 ജീവനക്കാരെ മംഗളൂരുവിലെത്തിച്ചു. പൊള്ളലേറ്റ 6 പേരെ മംഗലാപുരം AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ശ്വാസകോശത്തിൽ വരെ പൊള്ളലേറ്റു എന്നാണ് കിട്ടുന്ന വിവരം. അതേസമയം കാണാതായ 4 ജീവനക്കാർക്കായി തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകൾക്കാണ് തീ അണയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമുദ്രതരംഗിണി, രാജ്ദൂത് എന്നീ കപ്പലുകൾക്കാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അനഘയും കൊച്ചിയിൽ നിന്ന് നിഷയും ഒപ്പം ചേരുന്നു. ആദ്യം അനഘയിലേക്ക്. അനഘ, കപ്പൽ തീ പൂർണ്ണമായും വിഴുങ്ങി, അതായത് കപ്പൽ കടലിൽ അമർന്നു എന്നർത്ഥം. ആശങ്ക ഇപ്പോഴും ബാക്കിയോ? കൃഷ്ണരാജ്, തീർച്ചയായും ഈ കപ്പൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബേപ്പൂരാണ്. ബേപ്പൂർ തുറമുഖ ഭാഗത്താണ്. ഇവിടെ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പൽ അപകടം നടക്കുന്ന ആ സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇവിടുന്ന് ആദ്യമായി തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പൽ ആ ഭാഗത്തേക്ക് ഉടൻ തന്നെ എത്തിയിരുന്നു. ആ സമയം മുതൽ ഏകദേശം 11:30 കൂടി തന്നെ കപ്പലിനകത്തുള്ള തീ അണക്കാനുള്ള തീവ്രശ്രമം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും നേവിയുടെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ വിഫലമായി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് കപ്പൽ പൂർണ്ണമായും കത്തിച്ചാമ്പലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കപ്പലിന്റെ 2ാമത്തെ ഡക്കിലായിരുന്നു ആദ്യം തീ ഉയർന്നത്. അതിനുശേഷം കപ്പലിലേക്ക് മുഴുവനായും ഈ തീ പടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾക്ക് മുഴുവൻ തീ പിടിച്ചിട്ടുണ്ട്. ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഒരു ഘട്ടത്തിൽ പോലും നടക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഈ തീപിടുത്തം ഉണ്ടായ കപ്പലിനടുത്തേക്ക് എത്താൻ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ഓരോ നിമിഷവും ആ കപ്പലിൽ നിന്ന് സ്ഫോടനവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവൻ അത് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പലിനടുത്തേക്ക് പോകാതിരുന്നത്. മാത്രമല്ല, പ്രധാനമായും 2 കപ്പലുകൾക്കാണ്, കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾക്കാണ് തീ അണയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്ന് സമുദ്രതരംഗിണി,
ഒന്ന് രാജദൂത്. ഈ 2 കപ്പലുകളാണ് നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മറ്റ് കപ്പലുകൾ കൂടി ആ പരിശ്രമത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഈ തീപിടുത്തമുണ്ടായ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ആ കപ്പൽ ഒരു ഘട്ടത്തിൽ പോലും കരയിലേക്ക് അല്ലെങ്കിൽ ഈ കരഭാഗത്തേക്ക് അടുക്കാൻ ഒരു രീതിയിലും സമ്മതിക്കാതിരിക്കുക മാത്രമല്ല, ഇന്നലെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കപ്പലിനകത്തുണ്ടായിരുന്ന 600 കണ്ടെയ്നറുകളിൽ 25 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ പതിച്ച കണ്ടെയ്നറുകൾ ഒരു രീതിയിലും കരഭാഗത്തേക്ക് എത്താതിരിക്കണം. അതിനായി ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഈ കടലിൽ വീണിരിക്കുന്ന കണ്ടെയ്നറുകൾ മാറ്റുക, അതായത് ഉൾക്കടലിലേക്ക് മാറ്റുക. നിലവിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലും അതും ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അങ്ങനെ ഉൾക്കടലിലേക്ക് മാറ്റണമെങ്കിൽ ഈ കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കണം. തീ അണച്ചതിന് ശേഷം മാത്രമാണ് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ ഭാഗത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് ഈ സമയമായിട്ട് പോലും ഈ കപ്പലിലെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഈ കപ്പലിലെ കൊളംബിയൻ കപ്പൽ കമ്പനിയോട് നേവിയും കോസ്റ്റ് ഗാർഡും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ ടഗ് ബോട്ടുകൾ ഇവിടേക്ക് എത്തിക്കണം. മാത്രമല്ല, സാൽവേജ് ടീമിനോടും എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാൽവേജ് ടീം എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുന്ന സമയത്ത് അവരൊരു ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ടാവും രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെയായി. ആ ടീമിനോട് ഉടൻ തന്നെ ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം കൂടി ഈ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ടഗ് ബോട്ടുകളും ഇത്തരത്തിൽ സാൽവേജ് ടീമും എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത, ഈ കപ്പലിനകത്ത് നിന്ന് ഈ കടലിൽ പതിച്ചിരിക്കുന്ന ഈ കണ്ടെയ്നറിനകത്ത് എന്ത് ആണ് എന്നതിൽ ഒരു വസ്തുത ഇപ്പോഴുമില്ല. നേരത്തെ തന്നെ ആസിഡ് ഉണ്ട്, മാത്രമല്ല തമ്മിൽ ഉരസിയാൽ പോലും പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള രാസവസ്തു. അതിലാണ് ഇപ്പോഴും സംശയം ഉണ്ടാകുന്നത്. കാരണം ഒരു കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് വരുന്നു. എന്താണ് കൊളംബോയിൽ നിന്ന് ആ കപ്പലിൽ നിറച്ചത്, ആ കപ്പൽ കണ്ടെയ്നറുകളിൽ നിറച്ചത് എന്താണെന്ന് ചോദ്യമുണ്ട്. ഇനി ഈ കപ്പൽ എവിടെ നിന്ന് വന്നാലും എത്തുന്ന ഇടത്തും പുറപ്പെടുന്ന ഇടത്തും എന്താകും കണ്ടെയ്നറുകളിൽ എന്നതിലൊരു ധാരണ ഉണ്ടാവില്ലേ? എന്തുകൊണ്ടത് മറച്ചു വെക്കപ്പെടുന്നു? അതാണ് ഇനിയും മനസ്സിലാകാത്തത്. തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കണ്ടെയ്നറിനകത്ത് ആസിഡ് ഉണ്ട്, ഗൺ പൗഡർ ഉണ്ട്, ലിഥിയം ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ടർപ്പന്റൈൻ ഉണ്ട്, വാർണിഷ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതുപോലെ അമോണിയം ഉണ്ട്. ആ രീതിയിലുള്ള വസ്തുക്കൾ ഈ കപ്പലിനകത്ത് ഉണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഏതൊക്കെ കണ്ടെയ്നറുകളാണ്, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ചിത്രം, അതായത് അത് കോസ്റ്റ് ഗാർഡോ നേവിയോ തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല, കപ്പൽ കമ്പനിയിൽ നിന്ന് അത് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപകടകരമായ വസ്തുക്കൾ, അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള, കടലിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വസ്തുക്കൾ തന്നെയാണ് ആ കണ്ടെയ്നറിന് അകത്ത് ഉള്ളത് എന്ന് നേവി കോസ്റ്റ് ഗാർഡൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ ഈ കേരള തീരത്തേക്ക്, അതായത് കോഴിക്കോട് ഭാഗത്തേക്കും അതുപോലെ തന്നെ കൊച്ചി ഭാഗത്തേക്കും ഒക്കെ തന്നെ അഴീക്കൽ ഭാഗത്തേക്കും ഒക്കെ തന്നെ കണ്ടെയ്നറുകൾ അടിയാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷെ അത് ഇല്ലാതാക്കാനുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കടലിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമവും ഈ കപ്പലിൽ നിന്ന് ആ സമയം കാണാതായിട്ടുള്ള ഈ 4 ജീവനക്കാരെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമമായിരുന്നു ആ സമയത്ത് തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ 4 ജീവനക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മ്യാൻമാർ, ഇന്തോനേഷ്യൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയാണ് കാണാതായിരിക്കുന്നത്. ഇന്നലെ കപ്പലിൽ 22 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ള 18 പേരും കടലിലേക്ക് ചാടുകയായിരുന്നു. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ 4 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ 18 പേരെയും മംഗലാപുരത്തേക്ക് എത്തിച്ചു. ഇതിൽ 6 പേർക്ക് ഗുരുതരമായി 6 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഈ 6 പേരെ മംഗലാപുരം AJ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ 6 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് AJ ആശുപത്രി അധികൃതർ പറയുന്നത്. നിഷ ദിലീപ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. നിഷ, കൊച്ചി മുതൽ കോഴിക്കോട് വരെ
തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, അടുത്ത 2 ദിവസത്തിനുള്ളിൽ കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് തടയുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. നെതർലൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി ഉടൻ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ അല്പസമയത്തിനകം തന്നെ ഈ അപകടം. നിഷയിലേക്ക് വരാം. അനഘയിലേക്ക് വീണ്ടും. അനഘ, കപ്പലിൽ നിന്ന് ക്യാപ്റ്റൻ അടക്കമുള്ളവർ കടലിലേക്ക് ചാടുന്നു. സ്വാഭാവികമായും അവസാന നിമിഷം, അതായത് എല്ലാം നഷ്ടമാകുമെന്ന് ഉറപ്പാകുന്ന നിമിഷമാണ് ഈ ക്യാപ്റ്റൻ രക്ഷപ്പെടാനുള്ള മാർഗം തേടുക. അപ്പോൾ അവർക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു കപ്പലിലുള്ളതൊക്കെ കത്തിനശിക്കാൻ സാധ്യതയുള്ളതാണ്, കപ്പൽ പൂർണ്ണമായും കൈവിട്ടു പോയി എന്ന ബോധ്യം ഒരുപക്ഷെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഒരു കപ്പലിലെ ക്യാപ്റ്റൻ അനുസരിച്ച്, അവർ പഠിക്കുന്നതനുസരിച്ച്, അവരുടെ നിയമം അനുസരിച്ച് കപ്പലിനെ ഒരു രീതിയിലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതായത് അവസാന നിമിഷവും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് കപ്പൽ ഉപേക്ഷിച്ച് ക്യാപ്റ്റൻ കപ്പലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതും കമ്പനിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് ക്യാപ്റ്റന് കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ എന്നതാണ്. പക്ഷേ ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ ക്യാപ്റ്റനും ആ 4 എഞ്ചിനീയർമാരും ഈ കപ്പലിനകത്തുണ്ട് എന്ന വിവരമായിരുന്നു പുറത്തു വന്നിരുന്നത്. പിന്നീടാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ ഡക്കിൽ നിന്ന് തീ ഉയർന്ന ആ സാഹചര്യത്തിൽ തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ള ആ 18 പേരും കടലിൽ ചാടിയിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ക്യാപ്റ്റൻ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഈ കപ്പൽ ഒരു ഘട്ടത്തിൽ പോലും കപ്പലിനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഈ കപ്പലിനകത്ത് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് എന്ന് ആ ക്യാപ്റ്റന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഈ ക്യാപ്റ്റനും 18 പേരുമാണ് ഇന്നലെ ആ കടലിലേക്ക് ചാടിയത്. ഇതിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ 4 പൗരന്മാർക്കായി ഇന്നലെ മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പക്ഷേ ഇവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പക്ഷെ ഇന്നലെയൊക്കെ തന്നെ ഈ ബേപ്പൂർ പോർട്ട് ഓഫീസർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ കപ്പൽ ജീവനക്കാർ, അതായത് കടലിലേക്ക് ചാടിയ ആ 4 പേരെയും ഈ ജീവനോടെ രക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയായിരുന്നു പോർട്ട് ഓഫീസറൊക്കെ വ്യക്തമാക്കിയിരുന്നത്. കാരണം അവർക്ക് കൃത്യമായ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാകും. ഈ ഘട്ടത്തിലേക്ക് കടലിലേക്ക് ചാടുന്ന സമയത്ത് ഈ ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ ധരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ സേഫ് ആയിരിക്കും എന്നായിരുന്നു പോർട്ട് ഓഫീസറൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇവരെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവർ കടലിലേക്ക് എടുത്ത് ചാടിയിരുന്നെങ്കിൽ ഇവരെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പൽ എത്തിയിരുന്നു. അങ്ങനെ 5 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും തന്നെ ഈ 4 ജീവനക്കാരെ കണ്ടെത്താനോ അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തീ പടർന്നിട്ടുള്ള ഡക്കിൽ അവർ പെട്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 4 പേരും ആ ഡക്കിനകത്ത് ഉണ്ടായേക്കാം എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഘട്ടത്തിൽ പോലും ഈ കപ്പലിനകത്തേക്ക് അല്ലെങ്കിൽ കപ്പലിനടുത്തേക്ക് എത്താൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബേപ്പൂർ ഈ ഭാഗത്തേക്ക് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇന്നലെ ഒരു പക്ഷേ ഈ രക്ഷാദൗത്യത്തിന് പോയ കപ്പലുകളായിരിക്കാം. ആ കപ്പലുകൾ മടങ്ങി വരുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഭാഗത്ത് ഇന്നലെ ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. ഒരു പക്ഷേ അത് ഇന്നലെ പോർട്ട് ഓഫീസർ സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ രാവിലെ മാത്രമാണ് മടങ്ങുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ രക്ഷാദൗത്യത്തിന് പോയിട്ടുള്ള ആ സമയത്ത് ആ ഭാഗത്തേക്ക് പോയിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പലാകാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അതായത് ആ കപ്പൽ ഈ ഭാഗത്തേക്ക് ബേപ്പൂർ തുറമുഖ ഭാഗത്തേക്ക് വരികയാണ് എന്ന് നമുക്ക് കരുതാം. അത് ആ കപ്പലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്തായാലും കപ്പലിൽ തീ ആളിപ്പടരുക തന്നെയാണ്. കപ്പൽ പൂർണ്ണമായും കത്തി നശിക്കും. ഇതിൽ ഏറ്റവും വലിയ ആശങ്കയും വെല്ലുവിളിയും ഉയർത്തുന്നത്
ഈ കപ്പലിൽ നിന്ന് താഴേക്ക് തെറിച്ചു വീണ കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറിനകത്ത് ആസിഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. അങ്ങനെ ഈ വെള്ളവുമായും അതുപോലെ തന്നെ മറ്റുമായും ഒക്കെ തന്നെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന വസ്തുക്കളാണുള്ളത്. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒക്കെ തന്നെ സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇനി എന്താണ് സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നീക്കം എന്നുകൂടി ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. കൃഷ്ണരാജ്. ശരി, നിഷ ദിലീപിലേക്ക് പോകേണ്ടതുണ്ട്. നിഷ, പറഞ്ഞു വന്നത് തുടരൂ. കൃഷ്ണരാജ്, 3 ഘട്ടങ്ങളായി തിരിച്ചുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഭാഗത്തു നിന്നും നടക്കുന്നത്. അപകടമുണ്ടായ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിൻ്റെ നിർദ്ദേശപ്രകാരം നെതർലൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ എത്തിച്ചേരും. കടലിലേക്ക് വീണ രാസവസ്തുക്കളും എണ്ണയും അടക്കമുള്ളവ നീക്കം ചെയ്യുകയാണ് പ്രധാന ദൗത്യം. നമുക്കറിയാം, കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ച് കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇന്നുമൊക്കെ തുടരുകയാണ്. തീരരക്ഷാ സേനയുടെയും ഒപ്പം തന്നെ നേവിയുടെയും ഒക്കെ രക്ഷാപ്രവർത്തകർക്ക്, ഈ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഈ പൊട്ടിത്തെറിയുണ്ടായ കപ്പലിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മൺസൂൺ സീസൺ ആണെങ്കിൽ പോലും ഇന്നലെ അപകടമുണ്ടായി. ഏതാണ്ട് 6 മണിക്കൂറിന് ശേഷമൊക്കെ ആ ഭാഗത്തുള്ള ഒരു കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കപ്പലിൽ നിന്നും തീയും പുകയും ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഏത് സമയത്തും പൊട്ടിത്തെറി പ്രതീക്ഷിച്ചു ഇരുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് രക്ഷാദൗത്യവുമായി പോയ കപ്പലുകൾക്ക് എത്താൻ കഴിയുന്നില്ല. കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഒപ്പം കപ്പലുകളും ഒപ്പം തന്നെ ഡോർണിയർ വിമാനങ്ങളും ഒക്കെ തിരച്ചിലും നിരീക്ഷണവും തുടരുന്നുണ്ടായിരുന്നു. രാത്രിയിലുമൊക്കെ തിരച്ചിലും നിരീക്ഷണവും തുടർന്ന് വരികയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ, കപ്പലിൽ നിന്ന് ഏത് സമയവും ഉണ്ടാകാവുന്ന പൊട്ടിത്തെറികളാണ്. ഒപ്പം 4 പേരെ കാണാനില്ല. ഈ 4 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 പേർ അനഘ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവർക്ക് പരിശീലനം കിട്ടിയ ആളുകളാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും ഭാഗത്തേക്ക് നീന്തി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്നലെയും ഇന്നും നടന്ന തിരച്ചിലിൽ ഈ 4 പേരെയും കണ്ടെത്താനായില്ല. കപ്പലിനുള്ളിൽ നിന്ന് ഇന്നലെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ കപ്പലിൽ പൊട്ടിത്തെറിയും ഒരുപക്ഷെ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയും ഒക്കെ കണക്കിലെടുത്ത് അവർ രക്ഷപ്പെട്ടിരുന്നു. ഇനിയും കപ്പലിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. 9 വിഭാഗങ്ങളിലുള്ള അപകടകരമായ രാസവസ്തുക്കളും ദ്രവങ്ങളും ആസിഡുകളും ഒക്കെയാണ് കപ്പലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഘർഷണമുണ്ടായാൽ പോലും പൊട്ടിത്തെറി ഉണ്ടാകാവുന്ന രാസവസ്തുക്കളുണ്ട്. ഒപ്പം തന്നെ കടലിൽ കലർന്നാൽ മത്സ്യസമ്പത്തിനെ അടക്കം ബാധിക്കുന്ന വിഷാംശമുള്ള, വലിയ രീതിയിലുള്ള വിഷാംശമുള്ള വസ്തുക്കളുണ്ട്, ഖരപദാർത്ഥങ്ങളുണ്ട്, ആസിഡുകളുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ വലിയ പാരിസ്ഥിതിക ആഘാതത്തിനും മറ്റും ഇടയാക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ രക്ഷാദൗത്യം ആ രീതിയിലും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നെതർലൻഡ് ആസ്ഥാനമായ സ്മിത്ത് സാൽവേജ് എന്ന കപ്പൽ ഉടൻ തന്നെ എത്തുന്നതും കടലിലേക്ക് എണ്ണയും രാസവസ്തുക്കളും വിഷദ്രാവകങ്ങളും അടക്കം കലരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ അതൊക്കെയാണ് അവർ നടത്തുക. എന്തായാലും ഇപ്പോഴും ഈ കപ്പൽ രക്ഷാദൗത്യത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഈ ഷിപ്പിനടുത്തേക്ക്, പൊട്ടിത്തെറിയുണ്ടായ ഷിപ്പിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തീരസംരക്ഷണ സേനയുടെയും നേവിയുടെയും ഒക്കെ രക്ഷാ ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനി നമുക്കറിയാം, ഈ കണ്ടെയ്നറുകൾ ഇവർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കടക്കം മുൻകരുതലുകൾ നൽകുന്നുണ്ട്. കളക്ടർമാർ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അപകടകരമായ നിലയിൽ ഈ കണ്ടെയ്നറുകൾ കണ്ടു കഴിഞ്ഞാൽ അധികൃതരെ അറിയിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചി, കോഴിക്കോട് തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് MSC എൽസ 3 എന്ന കപ്പൽ അറബിക്കടലിൽ മുങ്ങിയത്. ഇത്തരത്തിൽ അതിൽ നിന്നുള്ള രാസവസ്തുക്കൾ പോലും പൂർണ്ണമായും നീക്കം ചെയ്യാനായി കഴിഞ്ഞിരുന്നില്ല. ഈ MSC എൽസ 3 രാസവസ്തുക്കളും മാലിന്യങ്ങളും അടക്കം നീക്കം ചെയ്യാനായി 12 മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഇന്നലെ അപകടമുണ്ടായ സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഈ രാസവസ്തുക്കളും ഓയിലും വിഷവസ്തുക്കളും അടങ്ങുന്ന കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ നീക്കം ചെയ്യൽ എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കടലിൽ കാണാതായ 4 പേരെ രക്ഷിക്കുക എന്ന ദൗത്യത്തിനൊപ്പം തന്നെ പരിസ്ഥിതിക്കും ഒപ്പം തന്നെ മത്സ്യസമ്പത്തിനുമൊക്കെ ദോഷമുണ്ടാക്കുന്ന ഇത്തരം ഈ കണ്ടെയ്നറിലെ വിഷദ്രാവകങ്ങളും രാസവസ്തുക്കളും ഒക്കെ നീക്കം ചെയ്യുക എന്ന കാര്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൃഷ്ണരാജ്.
അനഘയിലേക്ക് പോകുന്നു. അനഘ, നേരത്തെ 2 കപ്പലുകൾ തീരത്തോട് അടുക്കുന്നതായി കണ്ടു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? കൃഷ്ണരാജ്, അതായത് ഇന്നലെ ഈ വിവരം അറിഞ്ഞ് ഈ ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പൽ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരുന്നു ഈ രക്ഷാദൗത്യത്തിനായി. ആ രക്ഷാദൗത്യത്തിന് പോയ കപ്പലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കപ്പൽ. ആ കപ്പൽ മടങ്ങി വരുന്നതാണ് എന്നാണ് ഈ കോസ്റ്റ് ഗാർഡ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നലെ 11 മണിക്ക് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് ബേപ്പൂരിൽ നിന്ന് ഈ 40 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഈ കപ്പൽ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യം വിവരം അറിഞ്ഞതും ഈ ബേപ്പൂർ പോർട്ടിലേക്കായിരുന്നു. പോർട്ടിൽ നിന്ന് ആ സമയം തന്നെ കപ്പലുകൾ, വലിയ കോസ്റ്റ് ഗാർഡിന്റെ വലിയ കപ്പലുകൾ ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്നലെ പോയ ഒരു കപ്പലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ കപ്പൽ തിരിച്ച് ബേപ്പൂരിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. നേരത്തെ പോർട്ട് ഓഫീസർ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഇത്തരത്തിൽ ഇന്നലെ ഇവിടെ നിന്ന് ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ നാളെ രാവിലെയൊക്കെ തന്നെയായിരിക്കും മടങ്ങി വരിക എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ മടങ്ങി വരുന്ന കപ്പലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൃഷ്ണരാജ്, ശരി, ഏതായാലും ഈ വാർത്തയിലേക്ക് അധികമായി വരേണ്ടതുണ്ട്. തീപിടിച്ച ചരക്ക് കപ്പലിനെ മുഴുവനായും തീ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോസ്റ്റ് ഗാർഡ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. രക്ഷപ്പെടുത്തിയ 18 ജീവനക്കാരെ മംഗളൂരുവിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം വരുന്നുണ്ട്. കാണാതായ 4 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നുമുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിനായി പോയ 2 കപ്പലുകൾ അവിടെ തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളും നമ്മൾ തത്സമയം കണ്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘയും നിഷ ദിലീപും. ഈ വാർത്തയിലേക്ക് നമുക്ക് അധികം വൈകാതെ തിരിച്ചു വരേണ്ടി വരും. കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് മന്ത്രാലയം ഇന്ന് യോഗം ചേരും. സ്പെഷ്യൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാകും യോഗം. തുടരെ കപ്പലപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പുചേരും. നിഷ, എപ്പോഴാണ് യോഗം? എത്ര കണ്ട് നിർണായകം ഈ യോഗം? കൃഷ്ണരാജ്, കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് സ്പോർട്സ് മന്ത്രാലയത്തിന്റെ യോഗമാണ് ഇന്ന് ചേരുന്നത്. സ്പെഷ്യൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. നമുക്കറിയാം, അറബിക്കടലിൽ തുടർച്ചയായി ഇത്തരത്തിൽ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് യോഗം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, മാനദണ്ഡങ്ങൾ ഒക്കെ തന്നെയാണ്. ഈ കപ്പൽ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ മത്സ്യസമ്പത്തിനെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. ഈ രംഗത്തെ വിദഗ്ധരടക്കമാണ് ഇന്ന് 10:30 നടക്കുന്ന ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുക. കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് സ്പോർട്സ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം കൊച്ചിയിൽ നടക്കുന്നത്. ഓൺലൈനായിട്ടായിരിക്കും യോഗം ചേരുക എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലുള്ള മുൻകരുതലുകൾ ഇത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, കപ്പലപകടങ്ങൾ തുടർച്ചയായി അറബിക്കടലിൽ ഉണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കടക്കമുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കുക, കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം എത്തരത്തിൽ ഈ അപകടങ്ങൾ തടയാം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. നമുക്കറിയാം, MSC എൽസാത്രി കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അറബിക്കടലിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണത്. ഒപ്പം തന്നെ അതിൽ ഇതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ കപ്പലിലുണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും രാസപദാർത്ഥങ്ങളും വിഷവസ്തുക്കളും ആസിഡും അടക്കമുള്ളവ MSC എൽസാത്രിയിലും ഉണ്ടായിരുന്നു. ഇതൊന്നും ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കപ്പൽ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം, ആളുകളുടെയും തീരദേശവാസികളുടെയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ ആശങ്ക ഏത് രീതിയിൽ അകറ്റണം എന്ന കാര്യങ്ങളടക്കമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. 10:30 യോഗം തുടങ്ങുന്നത്. കൃഷ്ണരാജ്, കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഇന്ന് യോഗം ചേരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്. കപ്പലപകടത്തിന് പിന്നാലെ കേരള തീരത്ത് ജാഗ്രത. കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യത. അതേസമയം തുടർച്ചയായി കപ്പലപകടം ഉണ്ടാകുന്നതിൽ ആശങ്കയിലാണ് തീരദേശ മേഖലയിലുള്ളവർ. സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് സർക്കാർ പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ട്രോൾ ബോട്ടുകൾക്കും വിദൂര മേഖലകളിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടുകൾക്കുമാണ് 52 ദിവസത്തെ നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ബാധകമല്ല.
ഇതോടെ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, നമ്മൾ പുത്തൻപുള്ളിയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഈ കനത്ത മഴ പെയ്ത് തോർന്നു, ഇന്നു മുതൽ വീണ്ടും മഴ ഉണ്ടാകുമെന്ന് പറയുന്നു, കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. മറുവശത്ത് ഈ കണ്ടെയ്നറുകൾ തുടരെ ഇങ്ങനെ കടലിൽ വീഴുന്ന പശ്ചാത്തലത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോഴാണ് ട്രോളിംഗ് നിരോധനം വരുന്നത്. അപ്പാടെ പ്രതിസന്ധിയിലോ മത്സ്യത്തൊഴിലാളികൾ? തീർച്ചയായും പ്രതികൂല കാലാവസ്ഥയ്ക്കും അതോടൊപ്പം തന്നെ കപ്പൽ അപകടത്തിനും പിന്നാലെയാണ് ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ ഈ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇതിൽ തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഇത് ബാധിക്കുന്നില്ല. പക്ഷേ ഫിഷിംഗ് ബോട്ടുകൾക്കും അതുപോലെ തന്നെ വലിയ യാനങ്ങൾക്കുമൊക്കെ ഇത് ബാധകമാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന തീരം ഈ കൊല്ലത്തെ തന്നെ പോർട്ടിനടുത്തുള്ള തീരമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവർ ഈ വള്ളങ്ങളിൽ പോകുന്നതും അതോടൊപ്പം തന്നെ ഈ ഇൻബോർഡ് വള്ളങ്ങളാണ് ഇപ്പോൾ കടലിനുള്ളിലേക്ക് പോകുന്നത്. ഇവർ മത്സ്യബന്ധനത്തിനായി പോകുന്നതിൽ വിലക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബോട്ട് ഉടമകളുടെയും അതോടൊപ്പം തന്നെ ഈ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികളുടെയും ഒക്കെ പ്രതികരണങ്ങൾ ചോദിച്ചിരുന്നു. അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇങ്ങനെയൊരു കാലാവസ്ഥ ഒക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് ഈ മത്സ്യബന്ധനത്തിന് പോകേണ്ട സമയത്താണ് ഇത്തരത്തിലൊരു ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതും 52 ദിവസം ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിയ പ്രതിസന്ധിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നതെന്നാണ്. അതേസമയം തന്നെ ഈ ഇരട്ട വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും നിരോധിച്ചിട്ടുണ്ട്. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന ഈ കരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തീരദേശ ജില്ലകളിലും, അതായത് ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. അതോടൊപ്പം നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പരമ്പരാഗതമായി മത്സ്യം ബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവരൊക്കെയും. അവരൊക്കെ ഈ ഇൻബോർഡ് വള്ളങ്ങൾ, അതായത് ഈ എഞ്ചിൻ പുറത്തു വരുന്ന വള്ളങ്ങളാണ് ഇൻബോർഡ് വള്ളങ്ങൾ. ആ വള്ളങ്ങളിലാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. എന്തായാലും ഇവരൊക്കെ തന്നെയും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ ഈ കടലിൽ ഒഴുകി നടക്കുന്നതും ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാമഗ്രികളൊക്കെ തന്നെ ഈ വലയിൽ കുരുങ്ങുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ വീണ്ടും ഒരു കപ്പൽ അപകടം അവർ ആ വാർത്തയൊക്കെ കേട്ടിരുന്നു. അതിലും വലിയൊരു ആശങ്ക തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികളും ഉടമമാരും ഒക്കെ 52 ദിവസത്തിൽ ഇളവ് വേണമെന്ന് കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ അത് ചെവിക്കൊണ്ടില്ല. അതോടൊപ്പം തന്നെ ഈ സർക്കാർ നൽകുന്ന തുച്ഛമായിട്ടുള്ള അതായത് 6 കിലോ അരിയും 1000 രൂപയും കൊടുത്താൽ തങ്ങളുടെ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യമൊക്കെയാണ് അവർ ഉന്നയിച്ചത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണിത്. അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരും പ്രതിസന്ധിയിൽ തന്നെയാണ്. അതായത് ട്രോളിംഗ് നിരോധനം അവർക്ക് ബാധകമല്ലെങ്കിലും ഇത്തരത്തിലുള്ള കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഈ കപ്പൽ അപകടവും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് നമ്മളോടൊപ്പം അവർ കൂടെ ചേരുകയാണ്. എന്തായാലും ബോട്ടുകൾ കടലിൽ ഇറങ്ങാൻ പാടില്ല, അവരൊക്കെ അവരുടെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വള്ളങ്ങളിൽ പോകുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ? അതായത് ട്രോളിംഗ് നിരോധനം അല്ലാതെ ഈ കണ്ടെയ്നറുകളൊക്കെ ഒഴുകി നടക്കുന്നത്. അതായത് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പം ഈ ട്രോളിംഗ് നിരോധനം 52 ദിവസം നിരോധനം വെച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഈ 52 ദിവസം അല്ല, ഇപ്പോഴല്ല ഇത് വെക്കേണ്ടത്. അതുകൊണ്ട് ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പണിയെടുക്കാൻ പോകുന്ന ഒരു തൊഴിലാളിക്കും എന്ത് ചെയ്യുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഈ നിങ്ങൾ പോയി കാണുന്ന ഈ വള്ളങ്ങളെല്ലാം വെറുതെ പിടിക്കുക. സാധാരണ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ മത്സ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത് ഇപ്പോൾ ഒരു മീനും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് യാതൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മത്സ്യത്തൊഴിലാളിക്ക് എപ്പോഴും അവഗണന മാത്രം, ഒന്നും കിട്ടുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. ഇപ്പോൾ ഈ കണ്ടെയ്നർ മറിഞ്ഞതിന്റെ ഫലമായിട്ട് ഇപ്പോൾ 1000 രൂപയും 6 കിലോ അരിയും കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പത്രത്തിലൊക്കെ ഞങ്ങളും കണ്ടതാണ്. പക്ഷെ അത് ഇങ്ങനെ പറച്ചിൽ മാത്രമല്ലാതെ ഇതിന്റെ ഒരു നടപടിക്രമവും ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്താണ് ഈ മത്സ്യത്തൊഴിലാളി എപ്പോഴും ഒരു അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരും പറഞ്ഞപ്പോ ഒരു കപ്പല് കത്തുന്നേ, ആ കപ്പല് ഇപ്പൊ മൊത്തവും വിഷബാധിത ഉള്ള സാധനങ്ങളാ കത്തുന്ന എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി പിടിച്ചോണ്ട് വരുന്ന മത്സ്യം പോലും വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്ന് എത്തി. വാസ്തവത്തിൽ അവിടെ ഇപ്പൊ തീ പിടിച്ചെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചെന്നോ പറഞ്ഞിട്ട് കടലില് മത്സ്യങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ ഈ സാധാരണഗതിയിൽ എന്ത് ചെയ്യും, മീൻ ചത്തു പൊങ്ങും.
ഇതിലിപ്പം നേരത്തെ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ, അതിലെ സാമഗ്രികളൊക്കെ കുടുങ്ങി വലകൾ നശിക്കുന്ന ഒരുപാട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് വലയും മറ്റ് സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ഇഞ്ചിന് കുഴപ്പം പറ്റി. അങ്ങനെ അതായത് വല നീട്ടി നിൽക്കുന്ന സമയത്ത് ഈ കണ്ടെയ്നറിനകത്ത് ചെന്ന് ഉടക്കി കഴിഞ്ഞാൽ ഇഞ്ചൻ സഡനായിട്ട് അങ്ങ് നിന്നു പോകും. അപ്പോൾ അതിന്റെ നഷ്ടം, വലയുടെ നഷ്ടം. ഇപ്പോൾ പണിയെടുക്കുന്ന 4-5 തൊഴിലാളികൾ ഇവിടെ നിന്ന് ഒരു വള്ളത്തിൽ പോകുന്നവർക്ക് അവർക്കെല്ലാം അവർ ജോലി എടുക്കുന്നതിന്റെ ഒരു പ്രതിഫലവും കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഈ പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു 4-5 മാസം മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അതായത് മത്സ്യത്തൊഴിലാളിക്ക് ശരിയായ രീതിയിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്നില്ല. പോകുന്ന തന്നെ പണിയില്ലാതെ തിരിച്ചു വരുന്നത്. അതായത് ഈ വർഷകാലത്താണ് സാധാരണ നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധന സമയത്താണ് സാധാരണ എന്തെങ്കിലും പണി നടക്കുന്നത്. ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല. തീർച്ചയായും അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. അവർക്ക് അതായത് ട്രോളിംഗ് നിരോധനം ബാധകമല്ലാത്ത വള്ളങ്ങൾ പോലും പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങര ഉൾപ്പെടെ പോയപ്പോൾ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അവരുടെ ഈ വലകളിലൊക്കെ ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാമഗ്രികൾ കുരുങ്ങി ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം നീണ്ടകര പാലത്തിൽ അവിടെയുള്ള സ്പാനുകൾ ബന്ധിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ നിയമ നടപടികൾ, അതായത് ഈ ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ ഈ കേരള തീരം വിടണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള പട്രോളിംഗും ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് തമിഴ്നാട് തീരത്ത് ഈ ട്രോളിംഗ് നിരോധനം 15-ാം തീയതിയോടുകൂടി അവസാനിക്കുമ്പോൾ അവിടെ നിന്നുമുള്ള ബോട്ടുകൾ, ഈ മത്സ്യത്തൊഴിലാളികൾ പോകുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്നും കേരള തീരത്ത് നിന്നും പോകുന്ന ബോട്ടുകൾ പോകുന്ന ആ സ്ഥലത്ത് മത്സ്യബന്ധനം നടത്തുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. കാരണം അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പട്രോളിംഗ് നടക്കുന്നില്ല. അത്തരത്തിൽ അവർ മത്സ്യബന്ധനം നടത്തി കഴിഞ്ഞാൽ ഈ കേരള തീരത്തുള്ളവർക്കും നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അവരൊക്കെ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇൻബോർഡ് വള്ളങ്ങൾ കടലിനുള്ളിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു കാലം, അതായത് പ്രതികൂല കാലാവസ്ഥ, കപ്പലപകടം, ഇങ്ങനെ വളരെ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷയിലാണ് ഓരോ വള്ളങ്ങളും കടലിലേക്ക് പോകുന്നത്. പക്ഷേ അവർ പറയുന്നത് പോലെ തന്നെ സർക്കാരിന്റെ തുച്ഛമായിട്ടുള്ള ഒരു ആനുകൂല്യം കൊണ്ട് ഈ മത്സ്യ തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും മീൻ കിട്ടാതെ തിരികെ വരുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനമാണ് ഇന്ന് മുതൽ. വലിയ കഷ്ടപ്പാടിലേക്കാണ് മത്സ്യബന്ധന തൊഴിലാളികൾ പോകുന്നത്. ഒന്നിനു പിറകെ ഒന്നായി അവരെ തേടി വരുന്നു പ്രതിസന്ധികൾ. അങ്ങനെ ആ വേദന അവർ പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം ചേരുകയായിരുന്നു മനോജ്. കൊട്ടിയൂരിലേക്കാണ് യാത്ര. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭണ്ഡാരം എഴുന്നള്ളത്തും കുടയെഴുന്നള്ളത്തും നടന്നു. ദിവസേന ലക്ഷക്കണക്കിന് പേരാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത്തവണ കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ദർശനത്തിന് എത്തുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമോ അവിടെ? തീർത്തും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് എങ്ങും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ ഭണ്ഡാരം വരവോടുകൂടി ഇവിടെ സ്ത്രീ ജനങ്ങൾക്കടക്കം അക്കരെ കൊട്ടിയൂരിലേക്കൊരു പ്രവേശനം അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നെയ്യാട്ടം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് ആരംഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരുമുണ്ട്. ഈ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് ഭക്തർക്ക് പ്രവേശനമുള്ളത്. കാടിന് നടുവിലുള്ള തീർത്തും പ്രത്യേക ഒരു അനുഭൂതി പകർന്നു നൽകുന്നൊരു പ്രദേശം തന്നെയാണ് ഈ ഒരു അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ ഭണ്ഡാരം വരവ് നടന്ന ഒരു ദിവസമാണ്. ഭണ്ഡാരം വരവ് എന്ന് പറയുന്നത് ഈ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജകൾക്കും മറ്റും ഉപയോഗിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പാത്രങ്ങളും മറ്റുമാണ്. അതുമായി ആനകളുടെ അകമ്പടിയോടുകൂടി അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നതിനെയാണ് ഭണ്ഡാരം വരവ് എന്ന് പറയുന്നത്. കരിമ്പന ഗോപുരവാതിൽക്കൽ എത്തി അവിടെ നിന്നാണ് ഈ ഭണ്ഡാരം വരവ് എന്ന് പറയുന്ന ചടങ്ങ് ആരംഭിച്ചത്. ഈ അവിടെയുള്ള കണക്കപ്പിള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കുകൾ എടുക്കുന്നു. ആ
കണക്കുകൾ എടുത്ത് ഓരോ ആളുകളെയും എന്തൊക്കെ പാത്രങ്ങളും എന്തൊക്കെ കാര്യങ്ങളുമാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഏൽപ്പിച്ച് അത് എടുത്തുകൊണ്ടാണ് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് ഓരോ ചുമതലപ്പെട്ട സ്ഥാനികരും ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു സാഹചര്യമുള്ളത്. ഇതിലും വിപുലമായ ഒരുക്കങ്ങളാണ് ഈ ഒരു അക്കരെ കൊട്ടിയൂരിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലേത് പോലെ തന്നെ പരാതികൾ ഏതുമില്ലാതെ കൃത്യമായ സംഘാടന മികവോടുകൂടി തന്നെ ഭക്തർക്ക് പരാതികളൊന്നുമില്ലാതെ ദർശനം നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും അടക്കമുള്ള ഭക്തർ ധാരാളം ഇത്തവണ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള ഒരു ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു ഭക്തരുടെ എണ്ണം സാധാരണ ഇത്ര വലിയ തോതിൽ കാണാറില്ല. എന്നാൽ ഇത്തവണ വലിയ തോതിലൊരു ഒഴുക്ക് തന്നെ ഭക്തരോട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയധികം ഭക്തർ ഒഴുകിയെത്തിയിട്ടും വലിയ പരാതികളൊന്നുമില്ലാതെ തന്നെ എല്ലാ ചടങ്ങുകളും കൃത്യമായി നടത്താനുള്ളൊരു സജ്ജീകരണങ്ങൾ ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത്. അവിടെ വലിയ രീതിയിൽ ഈ 30 ദിവസം വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം നെയ്യാട്ടത്തോടു കൂടിയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ ആരംഭം കുറിച്ചത്. തൊട്ട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ ബൃഹത്തായ ഒരു ചടങ്ങ് തന്നെയാണ്. ഇപ്പോൾ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഓരോ ദിവസവും വിവിധങ്ങളായ ചടങ്ങുകളുണ്ട്, ആരാധനകളുണ്ട്. രോഹിണി ആരാധനയുണ്ട്, രേവതി ആരാധനയുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ ചടങ്ങുകൾ കൊണ്ട് ഒരു സമൃദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ്. സർവം ശിവമയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഓരോ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നടന്ന് കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ ഈ കൊട്ടിയൂർ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഗോകുൽ ചേരുന്നുണ്ട്. ഇവിടെ എത്രത്തോളം ഒരുക്കങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ശ്രീ ഗോകുൽ, എന്തൊക്കെയാണ് ഇത്തവണ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഭക്തജനങ്ങളുടെ തിരക്ക് എത്രത്തോളം ഉണ്ട്? ഇന്ന് രാവിലെയാണ് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം സാധ്യമായിരുന്ന ദിവസം. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ വർഷങ്ങളിൽ ആദ്യത്തെ ദിവസങ്ങളിൽ താരതമ്യേന ഭക്തജനങ്ങൾ കുറവായിരുന്നു. ഇന്ന് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും മനസ്സിലാക്കിയ ആളുകൾ ആദ്യ ദിവസം തന്നെ ആളുകളെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും ഒരുപാട് ആളുകൾ ഇവിടെ ദർശനത്തിന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ദർശനത്തിന് വേണ്ടി എത്തും എന്നുള്ള ഒരു അറിയിപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂരിനെ അറിയപ്പെടുന്നത്. അപ്പം ശിവ ചൈതന്യം അത്രത്തോളം ഉള്ളൊരു സ്ഥലം കൂടിയാണ്. സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. അത്തരത്തിൽ ഓരോ ചടങ്ങുകളെ സംബന്ധിച്ച് എല്ലാത്തിനെ സംബന്ധിച്ച് ഓരോ തരത്തിലും പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. അതെ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യം കൃത്യമായി കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാനന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇത് പുഴയുടെ ഉത്സവമാണ്, മഴയുടെ ഉത്സവമാണ്, ഒരു യാഗോത്സവം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇത്തരമൊരു ഉത്സവം ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇവിടെ മുഴുവൻ ശിവമയമാണ് എന്നാണ് അറിയിക്കാനുള്ളത്. അപ്പം ഈ വരുന്ന ഭക്തർക്ക് പരാതിയില്ലാതെ ദർശനം നടത്തി മടങ്ങിപ്പോകാനുള്ള എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? നമ്മുടെ ഈ കാലാവസ്ഥ, ഇത് മഴയുടെ ഉത്സവമായതുകൊണ്ട് തന്നെ മഴ സീസണാണ്. ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിലായിട്ട് ഉണ്ട്. പുഴയാണ്, രണ്ട് ഭാഗവും പുഴ കടന്നു വേണം ഇവിടെ എത്തിച്ചേരാൻ. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. ഒരുപാട് മരങ്ങളുള്ള സ്ഥലങ്ങളാണ്.
ഇഴജന്തുക്കളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, KSEB, വാട്ടർ അതോറിറ്റി, PWD എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. ഭക്തജനങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി 400ഓളം താൽക്കാലിക വളണ്ടിയേഴ്സിനെ ദേവസ്വം നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നമ്മൾ വേതനം നൽകുന്നത്. അങ്ങനെ അവർക്ക് വേണ്ട പാർക്കിംഗ് സൗകര്യം 5000 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൗകര്യം ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിനായി ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട കുടിവെള്ള സൗകര്യം ഉണ്ട്, അന്നദാന സൗകര്യമുണ്ട്, മെഡിക്കൽ സൗകര്യമുണ്ട്. ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വൈകാതെ മണിത്തറയിൽ നിന്ന് പ്രസാദം വാങ്ങി പോകുവാനുള്ള സൗകര്യവും അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ കാലാകാലങ്ങളായിട്ട് ഓരോ വർഷം കഴിയുന്തോറും ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അപ്പോൾ ഓരോ വർഷങ്ങളിലും ഇതിന് ഒരുക്കങ്ങൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, സജ്ജീകരണങ്ങളൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയൂർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാന കേന്ദ്രം എന്ന് നമുക്ക് പറയേണ്ടി വരും. 64 ജാതി സ്ഥാനികർ ഒരു ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പമാണ് ജാതി. അപ്പോൾ എല്ലാ ജാതിക്കാരും ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് അവിടെ തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്രം എന്ന് നമുക്ക് കേരളത്തിലെ ഒരു ക്ഷേത്രമല്ലേ, ലോകത്തിലെ ഒരു ക്ഷേത്രത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെ അയിത്തമില്ല, തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല. എല്ലാവരും നമ്പൂതിരി മുതൽ നായാടി വരെ ഒരു കുടക്കീഴിൽ അണിനിരന്ന ഒരു ക്ഷേത്രമായാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇങ്ങനെയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വിജയവും ഇതിൻ്റെ അനുഷ്ഠാനങ്ങളും കലകളുമെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇക്കരക്കൊട്ടിയൂരും അക്കരക്കൊട്ടിയൂരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളാണ്. ഇപ്പം ഈ അക്കരക്കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇക്കരക്കൊട്ടിയൂരിനെക്കാൾ അധികം പ്രാധാന്യത്തോടു കൂടി പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ ഒരു അക്കരക്കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരും തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ? ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് 11 മാസക്കാലം ദൈനംദിന പൂജയുള്ള ഒരു ക്ഷേത്രമാണ്. ഒരു ദിവസം രാവിലെ 5 മണിക്ക് നട തുറന്നാൽ രാത്രി 7:30 മണിക്ക് നടയടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം. അവിടെ ഏത് സമയത്തും ഭക്തജനങ്ങൾക്ക് തൊഴുതുപോകുവാനുള്ള സൗകര്യമുണ്ട്. അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. യാഗോത്സവമാണ്. അതായത് ഒരു വർഷത്തിൽ ഒരു മാസം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ആ ഒരു മാസം അവിടെയുള്ള എല്ലാ ബിംബങ്ങളും ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെയാണ് അതിൻ്റെ താന്ത്രിക കർമ്മങ്ങളും പൂജകളൊക്കെ നടക്കുന്നത്. മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് വിഭിന്നമായി 2 തന്ത്രിമാർ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. നന്ദ്യാർവള്ളി കോഴിക്കോട്ടിരി എന്ന് പറയുന്ന 2 തന്ത്രിമാർ കൂടി ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായുണ്ട്. ഏതെങ്കിലും രീതിയിൽ ബാലായ്മ പുല എന്നീ എന്തെങ്കിലും കാരണങ്ങളാൽ വന്നാൽ വേറെ ഒരു തന്ത്രി പൂജ മുടങ്ങാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൊണ്ടാണ് 2 തന്ത്രിമാർ ഇവിടെ തന്ത്രിമാരായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നമ്പൂതിരിമാർ മുതൽ ഒറ്റപ്പിലാൻ പണിക്കർ, കാടൻ, കണിയാൻ, ജന്മാശാരി, നായർ, അതുപോലെ തന്നെ പെരുവണ്ണാൻ, നമ്പൂതിരി, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ എല്ലാ സമുദായക്കാരും ഇവിടെ ഒന്നിച്ച് ഓച്ചിർ, മാരാർ, നമ്പീശൻ എന്ന് വേണ്ട എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഇവിടെ വന്ന് അവരോടൊരു കാര്യവും പറയാതെ, അതായത് 64 ജാതിസ്ഥാനികർ അവരോടൊന്നും ആവശ്യപ്പെടാതെ ഇവിടെ വന്ന് പൂജ ചെയ്ത് 28 ദിവസം അവരുടെ ജന്മാവകാശം മാത്രം നേടി പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. കാര്യങ്ങൾ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ. കാരണം ഇവിടെ പൂജകളിൽ തന്നെ പറഞ്ഞു പൂർത്തീകരിക്കും മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് കഴിയുമെങ്കിൽ ഈ സ്ത്രീ ഭക്തജനങ്ങൾ ഇന്നാണല്ലോ അവിടേക്ക് വന്നത്, അപ്പോൾ അവരോടുകൂടി കാര്യങ്ങൾ ചോദിക്കാൻ കഴിയുമെങ്കിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന
തിരുവഞ്ചിറ എന്ന് പറയുന്ന അതിദിവ്യമായ പ്രദേശത്ത് തൊട്ടിപ്പുറത്താണ്, ആ ഭാഗത്താണ് സ്ത്രീകളൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ തിരുവഞ്ചിറ എന്ന് പറയുന്നത് അതിദിവ്യമായ ഒരു പ്രദേശമാണ്. മുൻപ് ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശമുണ്ട് ഈ തിരുവഞ്ചിറ ഭാഗത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ എടുക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചിറ അതിപ്രധാനമായി കരുതുന്നതാണ്. ഭക്തർ ക്ഷേത്രത്തെ വലം വെച്ച് പോകുന്ന ഒരു സ്ഥലത്തെയാണ് ഈ തിരുവഞ്ചിറ എന്ന് പ്രധാനമായി പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ത്രീജനങ്ങളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ആളുകൾ അധികം ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു തത്സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് മാത്രമാണുള്ളത്. വരും മണിക്കൂറുകളിൽ പറ്റുമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പ്രതികരണങ്ങൾ തേടിക്കൊണ്ടുള്ള ലൈവുകൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭണ്ഡാരം എഴുന്നള്ളത്തും കുടയെഴുന്നള്ളത്തും നടന്നു. അവിടെ വലിയ ഭക്തജന തിരക്കാണ് ഉള്ളത്. അതിൻ്റെ പ്രാധാന്യമൊക്കെ വിശദീകരിക്കുകയായിരുന്നു മിഥുൻ പിള്ളയും ക്ഷേത്ര സഹചാരിയും. മറ്റു വാർത്തകളിലേക്ക് പോകാം. നിയമസഭാ ജീവനക്കാരും സ്പീക്കർ എൻ ഷംസീറും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ എഴുതാൻ അനുമതി നൽകിയതിലെ പ്രതിഷേധമാണ് ഏറ്റുമുട്ടലായി മാറിയത്. എതിർപ്പ് ശക്തമാക്കിയ ഭരണാനുകൂല സംഘടനാ പ്രവർത്തകർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനയും രംഗത്തെത്തി. പ്രതിഷേധിച്ച ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കറും നിലപാട് കടുപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ആദ്യം അറിയേണ്ടത് ഈ ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ എഴുതാൻ അനുമതി നൽകി എന്നതാണ്. ഈ എന്ത് ചട്ടങ്ങൾ മറികടന്നാണ് ഈ ലൈബ്രറി ജീവനക്കാരെ കൂടുതലായി പരിഗണിച്ചത്? കൃഷ്ണരാജ്, നിലവിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തലസ്ഥാനത്തടക്കം പ്രവർത്തിക്കുന്ന ലൈബ്രറി അസിസ്റ്റന്റ്മാർക്കും ലൈബ്രറി ജീവനക്കാർക്കും അത്തരത്തിലൊരു ഫയൽ ഒപ്പിടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഫയൽ എഴുതാനോ ഒന്നും തന്നെ ചട്ടങ്ങൾ അനുവദിക്കില്ല. ആ ചട്ടങ്ങൾ തിരുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള നിയമസഭയ്ക്കുള്ളിലെ ലൈബ്രറി ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ലൈബ്രറി വിഭാഗത്തിലെ ജീവനക്കാർക്ക് ചട്ടവിരുദ്ധമായി ഓഫീസ് സംവിധാനത്തിൽ എഴുതാനും അത് ലോഗിൻ ചെയ്യാനുമുള്ള അനുമതി നൽകിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഔദ്യോഗികമായി ഇറങ്ങുന്നത്. ചട്ടവിരുദ്ധമായി തന്നെ ആ ഉത്തരവ് ഇറങ്ങിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിൽ ഉയർന്നിരുന്നു. ഭരണകക്ഷി സംഘടനകൾ അത് പ്രതിഷേധമായി ഉയർത്തിയിരുന്നു. നിരവധി തവണ അത് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും കാര്യമായി വിജയിക്കാതെ വന്നതോടുകൂടിയാണ് ഒരു പ്രതിഷേധത്തിലേക്ക്, ശക്തമായ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനായി ഭരണകക്ഷി സംഘടനകൾ, പ്രത്യേകിച്ച് CPM-ന്റെ അനുകൂല സംഘടനയ്ക്ക് കീഴിൽ വരുന്ന അല്ലെങ്കിൽ CPM-ന് കീഴിൽ വരുന്ന ഭരണകക്ഷി തൊഴിലാളി യൂണിയനുകൾ അടക്കമാണ് നിയമസഭയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇടത് സംഘടനയായ ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷനിലെ 100ഓളം പേരാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്. സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിന് പിന്നാലെ ഈ തീരുമാനം പിൻവലിക്കാനോ അല്ലെങ്കിൽ നടപടികൾ വേഗത്തിലാക്കാനോ അല്ലെങ്കിൽ ആ ഉത്തരവ് പിൻവലിക്കാനോ ഒന്നും തന്നെ സർക്കാർ തയ്യാറായിരുന്നില്ല. സ്പീക്കറും അതിനൊപ്പം നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ സംഘടനയിൽ പ്രവർത്തിച്ച് 100ഓളം വരുന്ന ആളുകൾ അടക്കമുള്ളവർ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് വന്നത്. ഇവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതിപക്ഷ സംഘടനകൾ കൂടി സ്പീക്കർക്ക് മുൻപിലേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, നിയമസഭ എന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. ആ നിയമസഭയ്ക്കുള്ളിലാണ് ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ്. പല സംഘടനകളുടെ അടക്കം പല സംസ്ഥാന സമ്മേളനമടക്കം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ കൃത്യമായൊരു നടപടി സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടായില്ല. ഒപ്പം തന്നെ ആ ഒരു ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധം ശക്തമാക്കിയത്. എന്തായാലും ആ പ്രതിഷേധത്തിന് മുന്നിട്ട് നിന്ന ഭരണകക്ഷി അംഗങ്ങൾ അടക്കമുള്ള നിരവധി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സ്പീക്കർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വൈകാരികമായി അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വീണ്ടും നീങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടതനുകൂല സംഘടന തന്നെ ഭരണകക്ഷി സംഘടനകൾ തന്നെ സ്പീക്കറെ സമീപിക്കുക, സ്പീക്കറുടെ മുൻപിലേക്ക് അത് ആവശ്യമായി ഉന്നയിക്കുക, അത് അംഗീകരിക്കാതെ വരുന്നൊരു സാഹചര്യം വരിക, പിന്നീട് അത് പ്രതിഷേധത്തിലേക്ക് നീങ്ങുക. ആ പ്രതിഷേധത്തിന് പ്രതിപക്ഷ സംഘടനകൾ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ കൂടി രംഗത്തെത്തുക, അത് പിന്നീട് വലിയ പ്രതിഷേധമായി നിയമസഭയ്ക്കുള്ളിൽ മാറുക, അത് പിന്നീട് പ്രതികാര നടപടി എന്നോണം സ്പീക്കർ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കുക. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സംഭവ വികാസങ്ങൾക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ചട്ടവിരുദ്ധമായിട്ടാണ് ഈ നിയമസഭയിലടക്കമുള്ള ലൈബ്രറി
ടെമ്പററി ജീവനക്കാർക്ക് ഈ ആപ്പ് വഴി അല്ലെങ്കിൽ അവരുടെ സൈറ്റ് വഴിയും ഒക്കെ അത് എഴുതാനും അത് ലോഗിൻ ചെയ്യാനും അതിനകത്ത് ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള അനുമതി നൽകിയതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. എന്നാലും വരും ദിവസങ്ങളിൽ ആ ഒരു നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ആ പ്രതിഷേധം പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ സംസ്ഥാന നേതാക്കന്മാരെ അടക്കമുള്ളവർ ഈ ഒരു ലെജിസ്ലേറ്റീവ് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരടക്കമുള്ളവർ അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സംഘടനാ തലത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ സ്പീക്കർ വഴങ്ങിയില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും കാത്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെക്കുമോ അതോ ഈ പ്രതികാര നടപടി സ്വീകരിച്ച അല്ലെങ്കിൽ പ്രതികാര നടപടിക്ക് ഇരയായ ജീവനക്കാരന് ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. കൃഷ്ണരാജ്. നിയമസഭാ ജീവനക്കാരും സ്പീക്കർ എൻ ഷംസീറും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ്. ലൈബ്രറി ജീവനക്കാർക്ക് ചട്ടങ്ങൾ മറികടന്ന് ഫയൽ എഴുതാൻ അനുമതി നൽകിയതിലെ പ്രതിഷേധമാണ് ഏറ്റുമുട്ടലായി മാറിയത്. അവിടെ ഭരണ അനുകൂല സംഘടനയും പ്രതിപക്ഷ സംഘടനയും ഒരുമിച്ച് നിൽപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാൽ. വയനാട് MP പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസാണ് ഹർജിക്കാരി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രിയങ്ക വാദ്ര സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, പറയൂ. കൃഷ്ണരാജ്, വയനാട് MP പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നാമനിർദ്ദേശ പത്രിക നൽകിയ സമയത്ത് പ്രിയങ്ക സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉള്ള സ്വത്ത് വിവരങ്ങൾ തെറ്റാണ് എന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ആണ് ഈ ഹർജിയിലെ പ്രധാന ആക്ഷേപം. പ്രിയങ്കയുടെ പേരിൽ 11.98 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഉള്ളതെന്നാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ പേരിൽ പല രാജ്യങ്ങളിലും സ്വത്തുക്കളുണ്ട്. പക്ഷേ പ്രിയങ്ക സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 65.55 കോടി രൂപയുടെ സ്വത്തുക്കളെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണെന്നാണ് നവ്യ ഹരിദാസിൻ്റെ ഹർജിയിലെ പ്രധാന ആക്ഷേപം. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അവർ ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അത് രാജിവെച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്നത് വളരെ വലിയ ഒരു കുറ്റമാണെന്നും നവ്യ ഹരിദാസ് ആരോപിക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, നവ്യ ഹരിദാസിൻ്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിലെത്തുകയാണ്. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന ആക്ഷേപമാണ് ഹർജിയിൽ ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്. അങ്ങനെ പുത്തൻപുലരി 1 മണിക്കൂർ പിന്നിടുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ സംഭവിച്ച വാർത്തകൾ അടക്കം ചേർത്ത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. കടലിൽ കത്തിയമരുന്നു കപ്പൽ. പൂർണ്ണമായും തീ വിഴുങ്ങിയെന്ന് കോസ്റ്റ് ഗാർഡ്. കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരും. രക്ഷാദൗത്യം ദുഷ്കരം. 2 ജീവനക്കാരുടെ നില അതീവ ഗുരുതരം. കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഇന്ന് യോഗം ചേരും. കേരള തീരത്ത് ജാഗ്രത. കൊച്ചി മുതൽ കോഴിക്കോട് വരെ കണ്ടെയ്നറുകൾ അടിഞ്ഞേക്കും. തുടർ കപ്പലപകടങ്ങളിൽ തീരങ്ങളിൽ ആശങ്ക. പേടിക്കാനില്ലെന്ന് സർക്കാർ. കൂനിന്മേൽ കുരുവായി ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. സ്പീക്കറും നിയമസഭാ ജീവനക്കാരും പോരോട് പോര്. ഏറ്റുമുട്ടൽ. ലൈബ്രറി ജീവനക്കാർക്ക് ഫയൽ എഴുതാൻ അനുമതി നൽകിയതിനു പിന്നാലെ പ്രതിഷേധിച്ച് ഭരണ പ്രതിപക്ഷ സംഘടനകൾ. പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സ്വത്ത് വിവരങ്ങൾ മറച്ചുവെന്ന ഹർജി പരിഗണിക്കും. സത്യവാങ്മൂലം പരിശോധിക്കണമെന്ന് നവ്യ ഹരിദാസ്. ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് ചോദ്യങ്ങൾ ഇനി കടുക്കും. പരിഷ്കാരം അടുത്ത മാസം നിലവിൽ. ഓപ്ഷനുകൾ 4 ആക്കും.
കാലവർഷം തോർന്നിട്ടില്ല. ഇന്ന് കനത്തു പെയ്തേക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ആദ്യ ആഴ്ച ദുർബലമായിരുന്ന കാലവർഷം ജൂൺ 2ാം വാരത്തോടെ ശക്തി പ്രാപിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെയും വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെയും മാറ്റങ്ങൾക്കനുസരിച്ചാണ് കാലവർഷം വീണ്ടും കേരളത്തിൽ സജീവമാകുന്നത്. ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, മഴ തിമിർത്തു പെയ്തു, വലിയ നാശങ്ങൾ ഉണ്ടാക്കി. കുറച്ച് ദിവസങ്ങളെ കാലവർഷം കനത്തു നിന്നുള്ളൂവെങ്കിലും നഷ്ടങ്ങൾ അത്രമാത്രമായിരുന്നു. ഇടയ്ക്കൊന്ന് ശമിച്ചു, നല്ല വെയിലായിരുന്നു, വീണ്ടും കനത്ത മഴയോ? സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകും എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കാലവർഷം വളരെ പെട്ടെന്ന് മടങ്ങിപ്പോയെന്ന് തോന്നിപ്പിച്ചതാണ്. പക്ഷേ പെയ്ത ദിവസങ്ങളിൽ വലിയ നാശനഷ്ടമാണ് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും ഉണ്ടായത്. മധ്യകേരളം മുതൽ അങ്ങോട്ട് വലിയ മഴയാണ് പെയ്തത്. മലയോര പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്തു. പക്ഷേ ഒന്ന് ശമിച്ചെങ്കിലും വീണ്ടും കാലവർഷം ശക്തമാകും എന്നാണ് മനസ്സിലാക്കാൻ ആകുന്നത്. ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, എന്തുകൊണ്ട് വീണ്ടും കാലവർഷം ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു? കൃഷ്ണരാജ്, ഇക്കുറി മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാലവർഷം നേരത്തെ എത്തി. കനത്ത നാശനഷ്ടങ്ങളും മഴക്കെടുതികളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ചുരുക്കം ദിവസം മാത്രമേ ആ ഒരു ശക്തമായ മഴ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളൂ. ഗണ്യമായ കുറവ് മിക്ക ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട് കാലവർഷത്തിൽ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നു മുതൽ നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചന പ്രകാരം ഇന്നു മുതൽ വരുന്ന ഒരാഴ്ച അതിശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുണ്ട്, കാലവർഷത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് മഴ ശക്തമാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിലും ഒപ്പം തന്നെ വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് മഴ ഇപ്പോൾ തീവ്രമാകാൻ പോകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ആലപ്പുഴ, കണ്ണൂർ ഒഴികെയുള്ള മിക്ക ജില്ലകളിലും ഇത്തവണ മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 50% മഴ കുറവാണ്, കാലവർഷ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനി പെയ്യാൻ പോകുന്ന മഴ അത് ശക്തമായിരിക്കും, തീവ്രമായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് നാളെയും സംസ്ഥാനത്ത് യെല്ലോ അലർട്ടുകളാണ് നൽകിയിട്ടുള്ളത്. 12, 13 തീയതികളിൽ തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് അടക്കം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും നൽകുകയാണ്. എന്തായാലും ബംഗാൾ ഉൾക്കടലിലടക്കം കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ഒപ്പം തന്നെ കാറ്റിന്റെ ഗതി അടക്കമുള്ള കാര്യങ്ങൾ ഈ മഴയ്ക്ക് നിർണായകമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ള കാര്യങ്ങൾ ഈ കാലവർഷ മഴയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രത വേണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനുള്ള സാധ്യതകൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. നമുക്കറിയാം കാലവർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റാണ് സംസ്ഥാനത്തുണ്ടായത്. മഴക്കെടുതിയിലും ഒപ്പം തന്നെ നാശനഷ്ടങ്ങൾ കൂടുതലും ഉണ്ടായത് ഈ കാറ്റിലാണ്. സ്വാഭാവികമായും ഈ 2ാം വരവിൽ, അതായത് ഈ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമ്പോഴും കാറ്റ് ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. എന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും മഴ തീവ്രമാകാൻ പോകുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ശക്തമായ മഴ ഇക്കുറി ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാശനഷ്ടങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, കാലവർഷം വീണ്ടും ശക്തമാവുകയാണ്. ഒരു ചെറിയ ഇടവേള, ഒരു ബ്രേക്ക് എടുത്തു പോയി, വീണ്ടും കൂടുതൽ കരുത്തോടെ കാലവർഷം വരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്നു മുതൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കോ വ്യാപകമായ മഴയ്ക്കോ ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. ഈ വർഷം ഇതുവരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ. ദേശീയ തലത്തിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ 32.51% സംസ്ഥാനത്താണ്. കോവിഡ് മരണക്കണക്കിൽ കേരളം മഹാരാഷ്ട്രയ്ക്ക് പിന്നിലാണ്. 2025 മഹാരാഷ്ട്രയിൽ 18ഉം കേരളത്തിൽ 15ഉം കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്,
ഈ കോവിഡ് ആദ്യവട്ടം വന്നപ്പോൾ വലിയ സുരക്ഷാ കരുതലുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് സംസ്ഥാനത്ത് വ്യാപകമായുണ്ട്, അത് വലിയ തോതിൽ വ്യാപിക്കുന്നുണ്ട്. പക്ഷേ കരുതലുകൾ കുറവാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ കോവിഡിൻ്റെ ഏറ്റവും പുതിയ ഒമിക്രോൺ വെർഷനാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതിൽ തന്നെ തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും കോവിഡ് മരണങ്ങൾ സംഭവിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നുണ്ട്. എന്തായാലും രാജ്യത്തെ ആകമാനം കണക്ക് നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ നിലവിലെ 2025 കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോവിഡ് വ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് രോഗം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് ആകമാനം ഈ വർഷം 2025 റിപ്പോർട്ട് ചെയ്തത് 13,352 കേസുകളാണ്. അതിൽ സംസ്ഥാനത്ത് 4,341 കേസുകളും കേരളത്തിൽ നിന്നുള്ളതാണ് എന്നാണ് അറിയാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പോർട്ടലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ വലിയ സംഖ്യ ആണ് ഇതിലുള്ളത്. ഏകദേശം 32.51% നിലവിലുള്ളത്. നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ള 6,491 പേരിൽ 1,957 പേരും, അതായത് രാജ്യത്താകമാനമുള്ള ചികിത്സയിൽ കഴിയുന്ന 6,491 പേരിൽ 1,957 പേരും സംസ്ഥാനത്തു നിന്നുള്ളതാണെന്ന് ആണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അങ്ങനെ വലിയ കണക്ക് കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ പലതവണ നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം സമാനമായ സാഹചര്യം, ആ തുടരുന്ന സാഹചര്യം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണ്. കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു എന്ന ഒരു കണക്കുകളാണ് ഇത്. വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയ്ക്ക് പിന്നിലാണെങ്കിലും മരണസംഖ്യ അതിൽ കുറവൊന്നുമില്ല. 15ഓളം മരണങ്ങളാണ് ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വർഷത്തെ കണക്കാണ്. അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലൊരു കണക്കുകളിലേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്നത്, ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും കാര്യമായ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ രണ്ടാം ഘട്ടത്തിൽ, അതായത് ഈ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും വ്യാപനശേഷിയുമായി വീണ്ടും വരുമ്പോൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ആശങ്കയുണ്ട്. കാരണം ആരോഗ്യവകുപ്പ് കാര്യമായ രീതിയിൽ അതിനൊരു പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ചില മുന്നറിയിപ്പുകൾ, ചില നിർദ്ദേശങ്ങൾ നേരത്തെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു പട്ടികയായി തന്നെ അവർ പുറത്തിറക്കുന്നു. ഇതെല്ലാം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം, അതോടൊപ്പം തന്നെ മരുന്നുകൾ വേണം, ബെഡുകൾ വേണം, ഓക്സിജൻ സിലിണ്ടറുകൾ നിർബന്ധമാക്കണമെന്നതടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വേണ്ടത്ര ശ്രദ്ധ, അതായത് ഈ കോവിഡിൻ്റെ പടർന്നു പിടിക്കുന്നതിലൊരു വേണ്ടത്ര ശ്രദ്ധയോ കരുതലോ ഒന്നും നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഇതിൻ്റെ വ്യാപനശേഷി എത്രയാണെന്നും ഇതിൻ്റെ പ്രഹരശേഷി എത്രയാണെന്നും നമുക്കറിയാം. കാരണം ഈ ഒരു 2020 തൊട്ട് നമ്മൾ 2 വർഷക്കാലം അനുഭവിച്ചതാണ്. ലോക്ക്ഡൗണുകളായിട്ടായാലും ശരി, അല്ലെങ്കിൽ നിരവധി മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെ കോവിഡിൻ്റെ ഒരു പ്രചണ്ഡ താണ്ഡവം നമ്മൾ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി തുടർന്ന് എങ്ങനെയാകുമെന്ന് അറിയില്ല. കാരണം ചിലപ്പോൾ ഈ വാക്സിനേഷനൊക്കെ നടന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. രാജ്യത്ത് നിലവിൽ ഏകദേശം ജനങ്ങളും, രാജ്യത്തെ ജനസംഖ്യയിൽ ഒരു വലിയ ഭൂരിഭാഗവും വാക്സിനേറ്റഡ് ആണ് എന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ വ്യാപനശേഷിയൊക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ തീവ്രത ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം കാര്യമായി കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത്, സംസ്ഥാന ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞത്, ഈ പനി പിടിച്ച ആരെങ്കിലും ആശുപത്രിയിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യാനാണ്? എന്ത് കരുതലാണ് പിന്നീടുള്ളത്? അതെ കൃഷ്ണരാജ്, ആദ്യം ഈ പനി പിടിച്ചിട്ട് അല്ലെങ്കിൽ പനിയോ സമാനമായ ലക്ഷണം, തുമ്മലടക്കമുള്ള ലക്ഷണങ്ങളുമായി ആശുപത്രി എത്തുന്നവർ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റിജനിലും നെഗറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും ഉറപ്പായും RT-PCR നടത്തണമെന്ന കാര്യവും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ RT-PCR സെൻ്ററുകളൊക്കെ വ്യാപിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ടും ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും കേസുകളുടെ എണ്ണങ്ങളടക്കം, അതായത് മറച്ചു വെക്കുന്നൊരു സാഹചര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് പൂർണ്ണമായ രീതിയിൽ ഈ ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ആവുന്നവരുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായും സർക്കാർ ഇപ്പോഴും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടത്താമെന്ന കാര്യത്തിലൊന്നും
കൃത്യമായൊരു മാനദണ്ഡമൊന്നും പുറപ്പെടുവിക്കുന്നില്ല. കാരണം ഒരു അമിത വിശ്വാസമായിരിക്കാം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ ഒരു അമിത വിശ്വാസമായിട്ട് വേണമെങ്കിൽ കരുതാം. കാരണം ഇനി വലിയ രീതിയിൽ മുമ്പ് 2020-21 കാലഘട്ടങ്ങളിലൊക്കെ എപ്രകാരമാണോ കോവിഡിൻ്റെ വ്യാപനം ഉണ്ടായിരുന്നത് സമാനമായ രീതിയിൽ ഉണ്ടാവില്ല, ചില കേസുകൾ വന്നു പോകുമെന്നൊരു ചിന്താഗതി ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും വളരെ ഗൗരവത്തോടെ കാണണം. ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു മൂന്നാം ഘട്ടം എന്ന നിലയിൽ വീണ്ടും ഒരു 4 വർഷങ്ങൾ പിന്നിട്ട് 5ാം വർഷത്തിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഈ കോവിഡിൻ്റെ ഒരു വ്യാപനം ഉണ്ടാകുന്നത് വളരെയേറെ ഗൗരവത്തോടു കൂടി വേണം കാണേണ്ടിയിരിക്കുന്നതെന്നാണ് മറ്റ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിന് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. നിലവിൽ ചില മാനദണ്ഡങ്ങൾ പുറത്തിറക്കുന്നതല്ലാതെ മറ്റ് കാര്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പോ ഒന്നും നിലവിൽ ഇല്ല എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് നമ്മളിതിനെ ഈ നിലവിലെ ഒരു സാഹചര്യത്തെ എങ്ങനെ തരണം ചെയ്യുമെന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായൊരു മാർഗ്ഗരേഖയൊന്നും സംസ്ഥാന സർക്കാർ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ദിവസം ഓരോന്ന് കഴിയും തോറും കോവിഡ് വ്യാപിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കോവിഡ് മുക്തരാകുന്നവരുടെ എണ്ണത്തിലും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിൽക്കുകയാണ്. കാരണം കോവിഡ് പിടിപെടുന്നവരെല്ലാവരും മുക്തരാകുന്നു. നേരത്തെ കണ്ടടക്കം അത്ര വലിയ ഭയാനകമായ രീതിയിൽ അല്ലെങ്കിൽ പോലും മുക്തരാകുന്നുണ്ട്. എങ്കിലും ഈ രോഗം പിടിപെടുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനമുണ്ടാകുന്നു. ടെസ്റ്റ് ചെയ്യുന്നവരിലും അത് പിടിപെടുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്താണ് രാജ്യത്തെ ആകമാനം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് അതോടൊപ്പം തന്നെ ആക്റ്റീവ് കേസുകളുള്ളതും സംസ്ഥാനത്ത് കേരളത്തിലാണെന്നാണ് നിലവിലെ കണക്കുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്. ശരി, കോവിഡ് കേസുകൾ കൂടുന്നു. കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതിൽ രണ്ടാമതാണ് കേരളം. മഹാരാഷ്ട്രയാണ് ഒന്നാമത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ സ്വീകരണമൊരുക്കിയ സംഭവത്തിൽ കളമശ്ശേരി പോലീസ് ഇന്ന് പരാതിക്കാരൻ്റെ മൊഴിയെടുക്കും. കളമശ്ശേരി പോലീസിൽ ജൂൺ 2 നൽകിയ പരാതിയിൽ കേസെടുക്കാതെ നീട്ടുകയായിരുന്നു. ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് കെ ആയിരുന്നു പരാതി നൽകിയത്. പരാതിക്കാരൻ്റെ മൊഴി കൂടി പരിശോധിച്ച് കമ്മീഷണറാണ് എഫ്ഐആർ ഇടുന്നതിൽ തീരുമാനമെടുക്കുകയെന്നാണ് പോലീസ് ഭാഷ്യം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ഭാരതത്തെ നിരന്തരം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അപമാനിക്കുകയും ചെയ്യുന്ന പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് ദുബായിലെ പാകിസ്ഥാൻ ഹാളിലാണ് സ്വീകരണമൊരുക്കിയത്. കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ സംഘാടകർക്ക് ഈ ദുബായിലെ പാകിസ്ഥാൻ ഹാൾ കിട്ടിയതിലടക്കം വലിയ ദുരൂഹത ഉണ്ട് എന്നാണ് ആരോപണം. എന്തായാലും സംഘാടകർക്ക് ഈ ഹാൾ ലഭിച്ചതിലടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന പരാതിയുണ്ട്. സംഘാടകരുടെ ഭാഗത്തുനിന്നും രാജ്യദ്രോഹ കുറ്റമാണ് ഉണ്ടായതെന്നും UAPA അടക്കം ചുമത്തണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് കെ ആണ് കളമശ്ശേരി പോലീസിൽ ജൂൺ 2 പരാതി നൽകിയത്. ജൂൺ 2 പരാതി നൽകിയെങ്കിലും കേസെടുക്കാനോ ഈ പരാതിക്കാരനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറായില്ല. കളമശ്ശേരി പോലീസ് കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചിരുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനിരിക്കെയാണ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ പരാതിക്കാരൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനിരിക്കെയാണ് ഇന്ന് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഷിഹാബ് കെയെ മൊഴിയെടുക്കാനായി കളമശ്ശേരി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരൻ്റെ മൊഴിയെടുത്ത ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഈ മൊഴി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കേസെടുക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പരമാവധി കേസ് നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു പോലീസ് ഇതുവരെ ശ്രമിച്ചിരുന്നത്. ഇതേ സംഭവത്തിൽ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും NIAക്കും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു വധക്കേസിൽ ജൂലൈ 9 വിചാരണ ആരംഭിക്കും. ഈ വർഷം സെപ്റ്റംബറിൽ വിചാരണ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുക. PFI ഭീകരവാദ സംഘടനയുടെ നിരോധനത്തിലേക്ക് നയിച്ചതായിരുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകം. PFI ക്യാമ്പസ് ഫ്രണ്ട് ക്രിമിനൽ സംഘത്തിലെ 18 പേരാണ് പ്രതികൾ. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കൊലപാതകം ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടതായിരുന്നു. കോളേജിലെ കിഴക്കേ കവാടത്തിലെ ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് മാരകായുധങ്ങളുമായിട്ടായിരുന്നു PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ എത്തിയത്. 2018 ജൂലൈ 2 പുലർച്ചെയാണ് അഭിമന്യു കുത്തേറ്റ് വീണത്. SFI പ്രവർത്തകനായ അഭിമന്യുവിനെ PFIയുടെ വിദ്യാർത്ഥി ഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദി സംഘമാണ് കുത്തിയത്. ക്യാമ്പസിൽ പഠിക്കുന്നവർക്കൊപ്പം പുറത്തുനിന്നുള്ള PFI സംഘവും ആക്രമണത്തിനെത്തിയിരുന്നു.
2022 സെപ്റ്റംബറിൽ PFI നിരോധനത്തിന് കാരണമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം. 2020 സെപ്റ്റംബറിൽ വിചാരണ ആരംഭിക്കാനിരുന്ന കേസ് അനന്തമായി നീണ്ടുപോയി. വിചാരണ കോടതിയിലെ കേസുകളുടെ ബാഹുല്യവും വിചാരണ വൈകാനിടയാക്കി. 2022 നവംബറിൽ ആരംഭിക്കാനിരുന്നെങ്കിലും നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീളുന്നത് അഭിമന്യു കേസ് വിചാരണ നടപടികളും നീട്ടുകയായിരുന്നു. 16 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. 125 സാക്ഷികളുണ്ട്. കേസിൽ കുറ്റപത്രമടക്കം പ്രധാന രേഖകൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു. ജനം, കൊച്ചി. തിരുവനന്തപുരം പരശുവയ്ക്കൽ പൈപ്പ് ലൈൻ പൊട്ടിയ അപകടം. കാൽനട യാത്രക്കാരിക്കാണ് അപകടം സംഭവിച്ചത്. പൈപ്പ് ലൈനിൽ നിന്ന് ശക്തമായെത്തിയ വെള്ളത്തിൽപ്പെട്ട് അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. അപകടം സംഭവിച്ച സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഭയങ്കര ഫോഴ്സ്. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, ആ സ്ത്രീ ഒരു വശത്തുകൂടി ഒഴിഞ്ഞു പോകാനൊരു ശ്രമം നടത്തിയതാണ്. പക്ഷേ അത്രമാത്രം ശക്തിയോടെയായിരുന്നു ആ വെള്ളം പുറത്തേക്ക് ചീറ്റുന്നത്. എന്താണ് ഉണ്ടായത്? ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഒരു അപകടം സംഭവിച്ചത്. പുലർച്ചെ 4 മണിയോടുകൂടി പൈപ്പ് ലൈൻ പൊട്ടി. അത് ചരക്ക് ലോറിയുമായി വന്ന വാഹനം തട്ടിയാണ് നിലവിൽ പൈപ്പ് ലൈൻ പൊട്ടിയത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിച്ചത്. തുടർന്ന് അവിടെ വഴിയാത്രക്കാർക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ബൈക്കുകളിലെത്തിയ നിരവധി പേരും ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെടുന്നു. നമുക്ക് അതിൽ നിന്ന് ലഭിച്ച ഒരു ദൃശ്യമാണ്. ഒരു വഴിയാത്രക്കാരി അതുവഴി പോകാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ശക്തി, ഈ വെള്ളത്തിന്റെ ശക്തി ചീറ്റുന്നത് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് കുനിഞ്ഞ് കടന്നു പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ശക്തമായ വെള്ളച്ചീറ്റലിൽ ഇവർ തെറിച്ചു പോകുന്നത്. സമീപ പ്രദേശത്തിലുള്ള ഒരു റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു ഇവർ തെറിച്ച് വീഴുന്നത്. റെയിൽവേ ട്രാക്കിന് സമീപമായിരുന്നു തെറിച്ചു വീണത്. അതേ സമയത്ത് ആ സ്ഥലത്ത് ട്രെയിനും പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും വലിയൊരു അപകടം ഈ റെയിൽവേ ട്രാക്കിൽ വീഴാതെ തൊട്ട് സമീപത്ത് വീണത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് തുടർന്ന് നാട്ടുകാരാണ് ഇവരെ ശക്തമായ ഈ വെള്ളച്ചീറ്റലിൽ ഇവർക്ക് വലിയ രീതിയിൽ പരിക്കുകളേറ്റു. തുടർന്ന് നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് സംഭവം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എന്ത് ഭീകരമായ രീതിയിലുള്ള ഒരു വലിയ അപകടമാണ് അവിടെ സംഭവിച്ചത്. ആ സ്ത്രീയെ വലിയ ഫോഴ്സിൽ, ശക്തമായ വെള്ളത്തിന്റെ ആ ഒരു ചീറ്റലിൽ വലിയ ഫോഴ്സിൽ തള്ളി മാറ്റുന്ന അല്ലെങ്കിൽ തൂക്കിയെറിയുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി. തിരുവനന്തപുരം പരശുവയ്ക്കൽ പൈപ്പ് പൊട്ടി അപകടം. കാൽനട യാത്രക്കാരി ആശുപത്രിയിൽ ആണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരു നാടിൻ്റെ ഐക്യവും ഐശ്വര്യവുമാണ് അന്നാട്ടിലെ ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലടയിലും ഒരു ക്ഷേത്രമുണ്ട്. പുതിയയിടത്ത് ശ്രീ പാർവതി ക്ഷേത്രം. ഇവിടെ ദർശനത്തിനായി എത്തുന്ന ഭക്തർ ആദ്യം വണങ്ങുക രാഷ്ട്രത്തിൻ്റെ മാതൃസങ്കല്പമായ ഭാരതാംബയെയാണ്. പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം. ഈ വരികളാണ് ഇവിടെ എത്തുന്നവർക്ക് ഓർമ്മ വരിക. കയ്യിൽ ഭഗവദ്ധ്വജമേന്തിയ സ്വർണ്ണവർണ്ണത്തിലുള്ള ഭാരതമാതാവ്. ഭക്തർ പൂമാല ചാർത്തി വിളക്ക് വെച്ച് ആരാധിക്കുന്നു.
ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കൻ മൂലയിലായി പ്രവേശന കവാടത്തിനരികെയാണ് ഈ ഭാരത് മാതാ മണ്ഡപമുള്ളത്. ഏതാണ്ട് 700 വർഷം പഴക്കമുണ്ട് പുതിയടത്ത് ശ്രീ പാർവതി ക്ഷേത്രത്തിന്. ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. പുനരുദ്ധീകരണത്തിന്റെ ഭാഗമായാണ് ഗ്രാമത്തിലെ ദേശസ്നേഹികളുടെ ആഗ്രഹപ്രകാരം ഭാരത് മാതാ മണ്ഡപവും പണി കഴിപ്പിച്ചത്. സ്വയം സേവകരുടെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ പണ്ട് മുതലേ ഇവിടെ ശാഖ നടക്കുന്ന ക്ഷേത്രമായിരുന്നു. അങ്ങനെ നടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ സ്വയം സേവകരുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതോടൊപ്പം ലോകമാതാവായ ഭാരതാംബയുടെ ഒരു മണ്ഡപം കൂടി നമ്മുടെ ക്ഷേത്ര കോമ്പൗണ്ടിൽ സ്ഥാപിക്കണമെന്നുള്ള ആ സ്വയം സേവകരുടെ ആഗ്രഹം, അത് ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം ഭാരതാംബയുടെ ഒരു മണ്ഡപം കൂടി സ്ഥാപിക്കാൻ ഇവിടുത്തെ സജ്ജനങ്ങളുടെ സഹായത്തോടു കൂടി സാധിക്കുകയുണ്ടായി. പ്രദേശത്തെ ഓരോ ഭക്തരും ഇതിനായി സമർപ്പണം നടത്തി. ML രമേശാണ് ശില്പി. ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരും ഭാരതമാതാവിനെ വണങ്ങിയ ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഇത് പുതിയടത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്രം. ഇവിടെ ഞങ്ങൾ ഭാരത് മാതായുടെ ഒരു പ്രതിബിംബം കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ആദ്യം ഭാരത് മാതാവിനെ വന്ന് തൊഴുത ശേഷമേ, ഭാരതാംബയെ വന്ന് തൊഴുത ശേഷമേ അകത്ത് കയറി ദേവിയെ തൊഴാറുള്ളൂ. പെറ്റമ്മയും പിറന്ന സ്വർഗത്തേക്കാൾ മഹത്തരം. ഈ വാക്യങ്ങൾ ഓരോ മനസ്സിലുമെത്തും. ഭക്തിയോടൊപ്പം വ്യക്തി നിർമ്മാണത്തിലൂടെയുള്ള സമാജ സേവനം ലക്ഷ്യമാക്കിയാണ് ഈ ക്ഷേത്രപാലകരുടെയും മുന്നോട്ടുള്ള യാത്ര. ജനം, കൊല്ലം. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ അനധികൃത കുടിയേറ്റക്കാരുടെ കലാപം തുടരുന്നു. കലാപം നിയന്ത്രണ വിധേയമാക്കാൻ 700ഓളം മറീനുകളെ ട്രംപ് ലോസ് ഏഞ്ചൽസിലേക്ക് അയച്ചു. കുടിയേറ്റ കലാപം നിയമവിരുദ്ധ സംഘം ചേരലായി സർക്കാർ പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള റെയ്ഡ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ആരംഭിച്ചതാണ് കലാപത്തിലേക്ക് നയിച്ചത്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ അനധികൃത കുടിയേറ്റക്കാരുടെ കലാപം തുടരുകയാണ്. വിവരങ്ങളുമായി ഐസൻ ജോസഫ് പിഞ്ചേരു. ഐസൻ, എന്താണ് ലോസ് ഏഞ്ചൽസിൽ സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, ലോസ് ഏഞ്ചൽസിൽ ഇത് 4ാം ദിവസവും ഈ കലാപം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ലോസ് ഏഞ്ചൽസിൽ നമുക്കറിയാവുന്നതാണ്, ലോസ് ഏഞ്ചൽസിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതീവ ഗൗരവമേറിയ വാർത്തയായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം, അതായത് അമേരിക്കയിലെ കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും അവരെ നാട് കടത്തുന്നതിനും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ സംവിധാനമാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം. ഈ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനത്തിൻ്റെ റെയ്ഡുകൾ തുടർച്ചയായി ഈ മേഖലയിൽ, അതായത് ലോസ് ഏഞ്ചൽസിലെല്ലാം തന്നെ വലിയ തോതിൽ മെക്സിക്കൻസും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുമുണ്ട്. അത് അനധികൃതമായും കാലാവധി കഴിഞ്ഞവരും എല്ലാം തന്നെ പലതരത്തിലുള്ള കുടിയേറ്റക്കാർ നിയമലംഘനമായി നടത്തിയിട്ടുള്ള, അനധികൃതമായി നിയമവിരുദ്ധമായി അവിടെ താമസിക്കുന്നവരുണ്ട്. അവരെ കണ്ടെത്താനുള്ള റെയ്ഡുകൾ അതിശക്തമായി നടത്തുകയായിരുന്നു ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം. ഈ വിഭാഗത്തിൻ്റെ റെയ്ഡ് തുടങ്ങിയതോടെയാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് വലിയ രീതിയിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുകയൊക്കെ ചെയ്തു. അതിന് പിന്നാലെ 2000ഓളം നാഷണൽ ഗാർഡ്സിനെ അടിയന്തരമായി ട്രംപ് നിയോഗിക്കുകയും ചെയ്തു മേഖലയിലേക്ക്. മാത്രമല്ല, ഇന്നിപ്പോൾ മറ്റൊരു സുപ്രധാന വാർത്ത കൂടി പുറത്തു വരുന്നത് 700 മറീനുകളെ, അതായത് പട്ടാളക്കാരെ തന്നെ കൃത്യമായി നിയോഗിക്കാനുള്ളൊരു തീരുമാനവും എടുത്തിരിക്കുന്നു എന്നാണ്. അത് ഡിപ്ലോയ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ലക്ഷക്കണക്കിന് പേര്, ഏതാണ്ട് 10,000-ലേറെ പേരും 20,000-ലേറെ പേരൊക്കെ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം പല മേഖലകളിലും ഉണ്ടായി. വലിയ തോതിലുള്ള നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാതിരിക്കുന്നതിനും പട്ടാളത്തിൻ്റെ സമാനമായ രീതിയിലുള്ള ഒരു പ്രതിരോധം ഒരുക്കുന്നതിനുള്ള നീക്കം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഉയർന്നു വന്നത് ഗാവിൻ ന്യൂസോം, അതായത് കാലിഫോർണിയയിലെ ഗവർണർ, ഇവർക്ക് ഈ നടപടികൾ, ട്രംപിൻ്റെ നടപടികളെ എതിർക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി അംഗം കൂടിയായ അദ്ദേഹം ട്രംപിൻ്റെ നടപടികളെ എതിർക്കുന്നൊരു നീക്കമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ സ്വഭാവമുള്ള പ്രതിഷേധത്തിന്, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നയത്തിനെതിരായ ഒരു നീക്കം നടത്തുന്ന ഒരു സമൂഹത്തിന് അനുകൂലമായ നിലപാട് ആ സ്റ്റേറ്റിൻ്റെ അധിപൻ സ്വീകരിക്കുന്ന ഒരു വിചിത്രമായ സാഹചര്യം അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൻതോതിൽ ആക്രമണങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ, അതായത് ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ റെയ്ഡുകൾ കർശനമായി നടക്കുമെന്ന് തന്നെയാണ് തുടർന്നും ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും വലിയ കലാപങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കുന്നതിനുള്ള പ്രതിരോധം ശക്തമായി തുടരുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, ഐസനാണ് വിവരങ്ങൾ നൽകിയത്. ഐസൻ, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്. വിലക്ക് ലംഘിച്ച് ഗാസയിലേക്ക് വന്ന കപ്പൽ ഇസ്രയേൽ തുറമുഖത്തെത്തിച്ചു.
ഇസ്രയേൽ സേന ഇന്നലെ കപ്പൽ പിടികൂടിയിരുന്നു. കപ്പലിലെ യാത്രക്കാരുടെ വിശദാംശങ്ങൾ അതത് രാജ്യങ്ങളെ അറിയിക്കും. യൂറോപ്യൻ പാർലമെന്റ് അംഗമായ ഫ്രഞ്ച് സ്വദേശി റിമ ഹസൻ, അൽ ജസീറ ലേഖകൻ ഒമർ ഫയാങ് എന്നിവർ കപ്പലിൽ ഉണ്ട്. ബ്രിട്ടീഷ് രജിസ്ട്രേഷനുള്ള പായ്ക്കപ്പലാണ് ഇസ്രയേൽ പിടികൂടിയത്. ഇസ്രയേലിൻ്റെ നിരോധനം ലംഘിച്ചായിരുന്നു യാത്ര. വിവരങ്ങളുമായി ഐസനൊപ്പം ചേരുന്നു. ഐസൻ പറയൂ. കൃഷ്ണരാജ്, ഈ കൃത്യമായ നിയന്ത്രണം ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൺസൈൻമെൻറ്റുകൾ എത്തിക്കുന്നതിന് കർശനമായ എതിർപ്പും നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു. ഈ നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നിരോധനം എതിർത്തുകൊണ്ട് തന്നെയാണ് ഈ യാട്ട് അതല്ലെങ്കിൽ ഈ പായ്ക്കപ്പൽ പോലുള്ള സംവിധാനം അവിടേക്ക് എത്തിയത്. ഈ പായ്ക്കപ്പലിൽ അതായത് നെതർലൻഡ്സും ഫ്രാൻസ്, ടർക്കി, ബ്രസീൽ, സ്പെയിൻ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ, അതായത് ആക്ടിവിസ്റ്റുകൾ തന്നെയാണുള്ളത്. ഇവർ താൽക്കാലികമായി അതായത് ഗാസയിലേക്ക് അവശ്യ സപ്ലൈയുമായി എത്തുകയായിരുന്നു. അത്തരത്തിലൊരു നീക്കം നടത്തരുത്, UN ഉൾപ്പെടെ നടത്തുന്ന നീക്കങ്ങൾക്ക് എതിരായൊരു നീക്കമാണിതെന്ന് ഇസ്രായേൽ കൃത്യമായി പറയുകയും ഇന്നലെ കപ്പൽ തടയുകയും ചെയ്തിരുന്നു. ഈ കപ്പൽ തടഞ്ഞതിന് പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. കപ്പൽ കസ്റ്റഡിയിലെടുത്ത് ഇസ്രായേലിൻ്റെ തുറമുഖത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കപ്പലിലുള്ള ജീവനക്കാർ, കപ്പലിലുള്ള യാത്രക്കാർ, ഈ യാത്രക്കാരെ മുഴുവൻ അതത് രാജ്യങ്ങളിലെ അധികാരികളെ അറിയിക്കുമെന്ന വളരെ കൃത്യമായൊരു നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ നിരോധനം ലംഘിച്ചുള്ള യാത്രയ്ക്കെതിരായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ വിഷയം യൂറോപ്യൻ പാർലമെൻറ്റ് അംഗമായ റിമ ഹസനാണ്. യൂറോപ്യൻ പാർലമെൻറ്റ് അംഗമായ ഫ്രഞ്ച് സ്വദേശിയായ യൂറോപ്യൻ പാർലമെൻറ്റ് അംഗമായ റിമ ഹസൻ ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെ ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ദേശീയ നയത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ദേശീയ നയത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സഖ്യത്തിൻ്റെ പൊതു നയത്തിനെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഈ യാത്ര അംഗീകരിക്കാനാവില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും കപ്പൽ തടയുകയും ചെയ്തിരുന്നു. ഇന്ന് കപ്പൽ വീണ്ടും ഇസ്രായേൽ തുറമുഖത്തേക്ക് എത്തിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറയിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാകയും. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചത്. 40 ദിവസം നീണ്ട യഫദ 2025 എന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാകയും ഉൾപ്പെടുത്തിയത്. BJP എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ്റെ പരാതിയിൽ ഉദയംപേരൂർ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസ്. പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയെന്ന് FIR. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഗുരുതരമായൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തൃപ്പൂണിത്തുറയിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചു എന്ന വാർത്ത. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. 40 ദിവസം നീണ്ട പരിപാടിക്കിടെയാണ് പാകിസ്ഥാൻ പതാകയും ഉപയോഗിച്ചത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, BJP പരാതി നൽകുന്നു, പോലീസ് കേസെടുക്കുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പതാക ഉപയോഗിച്ചു എന്ന പരാതി ഉദയംപേരൂർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ തുണ്ടിയിലാണ് പരാതിക്കാരൻ. ശ്രീകുട്ടൻ നൽകിയ പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. 40 ദിവസം നീണ്ടുനിന്ന പാസ്റ്റർമാരുടെ പരിപാടി യഫദ 2025 എന്നാണ് ഇതിന് പേര് നൽകിയിരുന്നത്. ഈ പരിപാടിയിലാണ് മറ്റ് 20 രാജ്യങ്ങളുടെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാന്റെ പതാകയും ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഉദയംപേരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസെടുത്തിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 196 പ്രകാരം 1A വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പാകിസ്ഥാന്റെ പതാക പൊതുസ്ഥലത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് ആരാധന നടത്തി എന്നതാണ് FIRൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. എന്നാൽ രാജ്യങ്ങളുടെ സമാധാനത്തിനായാണ് തങ്ങൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഈ സംഘാടകർ പറയുന്നത്. പാസ്റ്റർ ദീപു എന്നയാളായിരുന്നു ഈ പരിപാടിയുടെ സംഘാടകർ. പാസ്റ്റർ ദീപുവിനെതിരെയാണ് ഇപ്പോൾ ഉദയംപേരൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതും. പാസ്റ്റർ ദീപുവിനെതിരെ തന്നെയാണ് ഉദയംപേരൂർ പോലീസ് കേസെടുത്തിരിക്കുന്നതും. കൃഷ്ണരാജ്. ശരി, വാർത്ത വളരെ വിശദമായി വരുന്ന മണിക്കൂറുകളിൽ എടുക്കേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്. സ്പീക്കർ AN ഷംസീറിനായി ഇടപെടലുകൾ നടത്തി കണ്ണൂർ സർവകലാശാല. AN ഷംസീറിൻ്റെ ഭാര്യ
PM സഹലയ്ക്ക് വേണ്ടിയാണ് സർവകലാശാലയുടെ തീരുമാനങ്ങളടക്കം വഴിമാറിയത്. 4 വർഷം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത എല്ലാ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ പിരിച്ചുവിടാനും വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ച് പുതുതായി ഇന്റർവ്യൂ നടത്തി അധ്യാപകരെ നിയമിക്കാനുമുള്ള തീരുമാനത്തിലാണ് സിൻഡിക്കേറ്റ് ഭേദഗതി വരുത്തിയത്. സ്പീക്കർക്ക് വേണ്ടി സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഭേദഗതി വരുത്തി മെയ് 28-ന് പുതിയ ഉത്തരവിറക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം അടങ്ങിയ പുത്തുമലയിൽ സേവന പ്രവർത്തനങ്ങളുമായി മാതാ അമൃതാനന്ദമയി മഠം. ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായി മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് തയ്യാറാക്കിയ തൊഴിൽ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുന്നോടിയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായി മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് തയ്യാറാക്കിയ തൊഴിൽ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ ചൂരൽമലയിൽ നടത്തി. ഭൂമി വൃത്തിയാക്കി പ്രദേശത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചു. കൂട്ടായ്മയിലൂടെ സന്തോഷം തിരികെ പിടിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം മാതാ അമൃതാനന്ദമയി മഠം നടപ്പിലാക്കുന്നതെന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ നമുക്ക്. നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഗുണകരമാകട്ടെ എന്ന് സങ്കല്പിക്കുന്നു. ഇപ്പോൾ വളരെ വേദനയോടുകൂടിയാണെങ്കിലും എല്ലാവരും ഇവിടെ ഒത്തുചേർന്നു. അമൃതയിൽ കോഴ്സ് പൂർത്തിയാക്കിയ തയ്യലും കമ്പ്യൂട്ടറൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ള അവർക്ക് നാളൊരു മുന്നോട്ട് ജീവിതം പോകണമല്ലോ. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ജീവന ഉപാധി എന്നുള്ള നിലക്കാണ് അമ്മ ഈ പ്രത്യേക സങ്കല്പത്തിൽ ചുരൽമലയിലെ മുണ്ടക്കൈക്കുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് സംഘടിപ്പിച്ചത്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് സ്വയം വേണമെങ്കിൽ തയ്യലായിട്ടോ ഒരു ഉപജീവന മാർഗമായിട്ടോ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ കഴിയും. ശുചീകരണ പ്രവർത്തനങ്ങളെ തുടർന്ന് സർവമത പ്രാർത്ഥന നടന്നു. മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി കരുണാമൃത ചൈതന്യ, ചൂരന്മല 9ാം വാർഡ് അംഗം സുകന്യ ആഷിൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മഠത്തിന്റെ പ്രവർത്തനങ്ങളിൽ സന്തോഷമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാരണം നമുക്ക് അതെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സംതൃപ്തിയാണ് നമുക്കുള്ളത്. കാരണം ഇത്രയെങ്കിലും നമുക്ക്, അല്ലാതെ നമ്മൾ ഒറ്റക്ക് എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമുക്കിങ്ങനെ ചെയ്യാനുള്ളൊരു ധൈര്യം പകർന്നു തന്ന അമ്മയോടായാലും സന്ദീപ് സാറാണെങ്കിലും എല്ലാവരും അമൃതാനന്ദമയിൻ്റെ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളെ അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ മോളും ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ ബോഡി നമുക്ക് കിട്ടിയിട്ട് ദഹിപ്പിച്ചതാണ്. അമ്മയുണ്ട്, അനിയനും ഉണ്ട്. അനിയൻ്റെ മോളത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവരുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളെ വീട്ടിലേക്ക് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. അവരെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ വരുന്നത്. ഒരുപാട് ആശ്വാസമുണ്ട്. എല്ലാവരും നല്ല മനസ്സോടുകൂടി വന്ന് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വലിയൊരു ഭാഗമാവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ചൂരന്മല ദുരന്തബാധിതർക്ക് ആത്മവിശ്വാസവും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ജൂൺ 11 ഉച്ചയ്ക്ക് 2:30 മേപ്പാടി MSI ഓഡിറ്റോറിയത്തിൽ നടക്കും. ജനം, വയനാട്. ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിന്റെ ചോദ്യങ്ങൾ കഠിനമാക്കുന്നു. ഓപ്ഷനുകൾ 3-ൽ നിന്ന് 4 വർദ്ധിപ്പിക്കും. പരിഷ്കാരം അടുത്ത മാസം നിലവിൽ വരും. ഇപ്പോഴുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമെന്നാണ് വിലയിരുത്തൽ. റോഡ് നിയമങ്ങൾ പഠിപ്പിക്കാൻ MVD ലീഡ്സ് ആപ്പ് ഭാവിയിൽ ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് ആപ്പ് വഴിയാക്കാനും ആലോചനയുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒരുപക്ഷെ ലേണേഴ്സ് ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും എളുപ്പം. ഇനിയിപ്പോൾ അതും കഠിനമാകും. അതെ കൃഷ്ണരാജ്, അത് തന്നെയാണ്. ഈ ലേണേഴ്സ് ടെസ്റ്റും കഠിനമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. നിലവിൽ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതിയിൽ കാലത്തിൻ്റെ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംവിധാനമാണ് ഇപ്പോൾ MVD ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് സാങ്കേതികവിദ്യയുടെ അടക്കം സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ മാറ്റം, ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഈ ചോദ്യങ്ങൾ ഘടിപ്പിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നത്. മാത്രമല്ല, ചോദ്യങ്ങൾ ഇതിന് മുന്നോടിയായിട്ടാണ് ഒരു ലീഡ് ആപ്പ് തയ്യാറാക്കുന്നത്. ആ ആപ്പിൽ ലീഡ് ആപ്പ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ
ആ ആപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ലേണേഴ്സിന് ആവശ്യമായ ചോദ്യങ്ങളടക്കം ഉൾപ്പെടുത്തും എന്നും അറിയാൻ കഴിയുന്നു. 1000-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് അടിമുടി മാറാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത മാസം മുതലാണ് ഇത് ആരംഭിക്കുന്നത്, ഈ പുതിയ പരിഷ്കരണം ആരംഭിക്കുന്നത്. അതായത് ചോദ്യപേപ്പറിൻ്റെ എണ്ണം കൂടുന്നതുമായി ബന്ധപ്പെട്ട അടുത്തതാണ് 20 ക്വസ്റ്റ്യനിൽ 12 എണ്ണം മാത്രമാണ് നിലവിലുള്ളതെങ്കിൽ അതിൽ ആ ചോദ്യങ്ങളെല്ലാം സരളമാണെന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു നിഗമനമാണ് ഇപ്പോൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടുത്ത് അടക്കമുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ്റെ എണ്ണത്തിലും വർദ്ധിപ്പിക്കും. 3 എന്നുള്ളത് 4 ആക്കി മാറ്റിക്കൊണ്ട് ചോദ്യങ്ങളെ കുറച്ചുകൂടി കഠിനമാക്കുക എന്നതാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ നടത്തുവാനും ഒക്കെയാണ് മോട്ടോർ വകുപ്പിൽ ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കുന്നത്. അതിലൂടെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിന് വേണ്ടിയിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ പുറത്തെടുക്കുന്നത്. ലീഡ് ആപ്പ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ കൂടി പുറത്തെടുക്കും. അതിൽ ഈ ചോദ്യാവലികൾ തയ്യാറാക്കുന്നുണ്ട്. 1000-ലധികം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട റോഡ് നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങളിൽ നിന്ന് എടുക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ പരിഷ്കരണങ്ങൾ ആപ്ലിക്കേഷൻ വഴി ഉണ്ടാക്കാനും മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടിമുടി ഒരു പരിഷ്കരണം. ആ അടിമുടി പരിഷ്കരണം വരുമ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് എത്ര കണ്ട് ബുദ്ധിമുട്ടാകും എന്നതും വലിയ രീതിയിൽ നമുക്ക് അവരുടേതായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ ലേണേഴ്സ് ടെസ്റ്റ് വളരെ സരളമായിട്ട് 20 ക്വസ്റ്റ്യൻ ഉള്ളത് 12 എണ്ണം ജയിച്ചാൽ മാത്രം മതി എന്നുവെങ്കിൽ ആ 12 എണ്ണത്തിൽ തന്നെ നിലവിൽ 12 എണ്ണം തന്നെ ആണെങ്കിൽ പോലും അതിലെ ഓപ്ഷനുകളുടെ എണ്ണം വർദ്ധിക്കും, ഉത്തരത്തിൻ്റെ ഓപ്ഷനുകളുടെ എണ്ണം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ കഠിനമായ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ പരിഷ്കരണം ആണെന്നാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലേണേഴ്സ് ടെസ്റ്റ് എടുക്കാൻ നിൽക്കുന്ന പരിശീലനം തന്നെ കഠിനമേറിയതാണ്. അക്കൂട്ടത്തിൽ ഇനിയിപ്പോൾ ആകെ എളുപ്പമായിരുന്ന ലേണേഴ്സ് ടെസ്റ്റ് കൂടി കടുപ്പമേറിയ ചോദ്യങ്ങൾക്ക് വിധേയമാകും എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂർ അംഗം മുറുകുന്നു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലെത്തിയിട്ടും ചലനമുണ്ടാക്കാനാകാതെ മുൻ MLA PV അൻവർ. പ്രചാരണത്തിന് അണികളില്ലാത്ത അവസ്ഥയാണ് അൻവറിന് തിരിച്ചടിയാകുന്നത്. ഇടതു വലതു മുന്നണികളെ വെല്ലുവിളിച്ച് മത്സരരംഗത്തിറങ്ങിയ അൻവറിന് ജനങ്ങൾക്കിടയിൽ മതിപ്പില്ലാത്തതും പ്രതികൂലമാകുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മന ഒപ്പം ചേർന്നു. ശിവദാസ്, ഞാനിനി മത്സരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. പിന്നീട് ഓരോ ഘട്ടത്തിലും അത് മാറി മറിഞ്ഞു, മലക്കം പറഞ്ഞു വന്നു. ഒടുവിൽ ഞാൻ മത്സരിക്കാനില്ലെന്ന് വീണ്ടും പറഞ്ഞതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം മത്സരിക്കും എന്ന തീരുമാനം വരുന്നു. ഈ മലക്കം മറിച്ചിലുകൾ അൻവറിന് അണികൾക്കിടയിൽ വോട്ടർമാർക്കിടയിലൊക്കെ വലിയ അകൽച്ചയാണോ ഉണ്ടാക്കിയത്? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം പലപ്പോഴും വാക്കുകൾ മാറ്റി പറയുന്നു. ഒരു ദിവസം പറയുന്ന നിലപാട് ആകില്ല പിറ്റേ ദിവസം പറയുന്നത്. അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന അൻവറിൻ്റെ ഈ ശീലം തന്നെയാണ് അൻവറിന് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടിയാകുന്നത്. ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആയിട്ടുണ്ട്. അപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മുന്നേറാൻ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായാണ് മത്സരിക്കുന്നത്. പക്ഷേ നിലവിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. പക്ഷേ അവരുടെ ആശീർവാദത്തോടുകൂടി അതിൻ്റെ ഒരു സംസ്ഥാന കോർഡിനേറ്റർ എന്ന നിലയിലാണ് അദ്ദേഹം മത്സരിക്കുന്നതെങ്കിലും സ്വതന്ത്രനായിട്ടാണ് PV അൻവർ മത്സരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്രചാരണത്തിൽ മതിയായ ഒരു അണികളുടെ സ്വാധീനം ഇല്ലാത്തതോ അല്ലെങ്കിൽ അണികൾ അദ്ദേഹത്തോടൊപ്പം ഇല്ലാത്തത് വലിയൊരു തിരിച്ചടിയാകുന്നുണ്ട്. ഇനി വെറും 9 ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ഉള്ളത്. ഈ മാസം 19-നാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ്. കാരണം നമുക്കറിയാം LDF-നെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് LDF-ന്റെ ഭാഗമായിരുന്ന അൻവർ ആ മുന്നണിയിൽ നിന്നും പുറത്തു വന്നത്. നിലവിൽ ഇവിടെ നിലമ്പൂരിലെ MLA കൂടിയായിരുന്നു. പിന്നീട് LDF-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടക്കം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ആ LDF മുന്നണി
മുന്നണിയിൽ നിന്നും പുറത്തു വന്നു. അതിനുശേഷം UDF-ലേക്ക് പോകാനുള്ള കരുക്കളുമായിട്ടാണ് അൻവർ മുന്നോട്ട് പോയത്. നിരവധി നേതാക്കളെ അദ്ദേഹം കണ്ടു. UDF-ൻ്റെയും മറ്റു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കമുള്ള നേതാക്കളെ കണ്ടെങ്കിലും അതും സാധ്യമായില്ല. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഉണ്ടായത്. മുന്നണി UDF-നെയും വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മത്സര രംഗത്തേക്ക് വന്നത്. ആദ്യം ഞാൻ മത്സരിക്കുന്നില്ല, തൻ്റെ കയ്യിൽ അതിനുള്ള പണം ഇല്ല, ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സര രംഗത്ത് നിന്നും മാറി നിന്നു. പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് മറ്റു മുന്നണികളെല്ലാം തന്നെ NDA-യും LDF-ഉം UDF-ഉം എല്ലാം തന്നെ സജീവമായി തന്നെ പ്രചാരണ രംഗത്ത് ഉണ്ടാകുമ്പോൾ PV അൻവറിൻ്റെ പ്രചാരണം എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുമുള്ള ഫ്ലക്സ് ബോർഡുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ എവിടെയും നമുക്ക് കാര്യമായി തന്നെ കാണാൻ കഴിയുന്നില്ല. തൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് PV അൻവർ പറയുന്നത്. ഈ പിണറായിസം സതീശനിസം ഇതിനെതിരെ പൊട്ടിത്തെറിച്ചാണ് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതിപ്പോൾ അണികളില്ല, വോട്ട് പിടിക്കാൻ കൂടെ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് അൻവർ എത്തി നിൽക്കുന്നുവെങ്കിൽ പിണറായിസം സതീശനിസം UDF-ലും LDF-ലും അൻവറിനെതിരെ വലിയ രോഷം ആണല്ലോ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും അല്ലേ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത തന്നെ അതുതന്നെയാണ്. കാരണം നിലവിൽ കഴിഞ്ഞ 2 തവണയായി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായിരുന്നു PV അൻവർ. 2016 മുതൽ PV അൻവർ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. പിന്നീട് ഈ കുറച്ച് നാൾ മുമ്പാണ് അദ്ദേഹം, കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം LDF-നെ വിമർശിച്ചുകൊണ്ട് രാജിവെച്ചത്. പിന്നീട് LDF-നെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. LDF മുന്നണിക്കെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ച് UDF-ലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ UDF-ൽ VD സതീശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് UDF പ്രവേശനം നടന്നില്ല. അതിനുശേഷം ഈ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. സതീശനിസം ഇല്ലാതാക്കുക, പിണറായിസം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നത്. പക്ഷേ UDF-ഉം LDF-ഉം അടക്കം വലിയ രീതിയിൽ തന്നെ പ്രചാരണത്തിൽ മുന്നേറുമ്പോഴും അൻവറിൻ്റെ പൊടി പോലും ഇവിടെ കാണാനില്ല എന്നതാണ് വസ്തുത. കാരണം എവിടെയും അദ്ദേഹത്തിന് പ്രചാരണത്തിന് എത്താൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം അണികൾ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. അതിനുശേഷം ഇനി PV അൻവറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് LDF മുന്നണിയിലേക്കും പോകാൻ കഴിയില്ല, UDF മുന്നണിയിലേക്കും പോകാൻ കഴിയില്ല. വലിയ രീതിയിലുള്ള ഒരു പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ഒരു സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃഷ്ണരാജ്, ശരി. അൻവർ വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ അണികൾ ആരും ഒപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് അൻവർ എത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ പിന്നിലാണ് അൻവർ. 2ാം ഘട്ടത്തിൽ പ്രചാരണം എത്തി നിൽക്കുമ്പോൾ എന്നാണ് ശിവദാസ് കന്മനം റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് 16 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. മാർച്ച് 5-ന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ചത് കാണാതായ അഭിജിത്തായിരുന്നുവെന്ന് സുഹൃത്ത് മൊഴി നൽകി. മൃതദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സംസ്കരിച്ചുവെന്നും രേഖകളില്ലാത്തതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഇക്കഴിഞ്ഞ മാർച്ച് 3-നാണ് അഭിജിത്ത് വീട് വിട്ടിറങ്ങിയത്. 16-കാരനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അഭിജിത്തിന്റെ മരണവിവരം ലഭിച്ചത്. സംഭവത്തിൽ പേട്ട പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, അടിമുടി അവ്യക്തതയാണല്ലോ. കൃഷ്ണരാജ്, അതാണ് നമ്മൾ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച, കള്ളനല്ലാത്തവരെ കള്ളനാക്കുക, ഒപ്പം തന്നെ തെറ്റ് ചെയ്യാത്തവരെ കുറ്റക്കാരനാക്കി ക്രൂശിക്കുക. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു മരണം സംഭവിച്ചതിന്റെ മൃതദേഹം കയ്യിൽ കിട്ടുമ്പോൾ അതാരുടെയാണ്, അതെന്താണ്, എവിടെ നിന്നാണ്, ആ വ്യക്തി ആരാണ് എന്നുള്ള ഒരു ടെസ്റ്റ് പോലും നടത്താതെ, അതിലൊരു സ്ഥിരീകരണം പോലും നടത്താതെ അത് സംസ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് പേട്ട പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള
വഴിത്തിരിവും ആശങ്കകളും വ്യാകുലകളും അവ്യക്തതയും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വെമ്പായം സ്വദേശിയായിട്ടുള്ള 16 വയസ്സുകാരനെയാണ് അഭിജിത്ത് എന്ന് പറയുന്ന 16-കാരനാണ് കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. പോയതിന് ശേഷം മാർച്ച് 14-ാം തീയതിയാണ് ഈ കുട്ടീനെ കാണാനില്ല എന്ന രീതിയിൽ വെമ്പായം വട്ടപ്പാറ പോലീസിലേക്ക് പരാതി എത്തുകയും ചെയ്തത്. പക്ഷേ ആ പരാതി നൽകുന്നതിന് മുൻപേ ദിവസങ്ങൾക്ക് മുൻപേ ഒരു മരണം പേട്ട പോലീസിന് കീഴിൽ ഉണ്ടാകുന്നു, സ്റ്റേഷന് സമീപത്തുണ്ടാകുന്നു. ആ മരണം ആരുടേതാണ് അല്ലെങ്കിൽ ആ വ്യക്തി ആരാണ് എന്നുള്ളൊരു സ്ഥിരീകരണം നടത്താതെ ഏപ്രിൽ 5-ന് മൃതദേഹം സംസ്കരിക്കുന്നു. അതിലാണ് ഇപ്പോൾ ആശങ്കകൾ ഉയരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഭിജിത്തിന്റെ വീട്ടിലാണ്. അഭിജിത്തിന്റെ അച്ഛനടക്കമുള്ളവർ നമുക്കൊപ്പം ഈ മണിക്കൂറിൽ ചേരുകയാണ്. അച്ഛ, ഈ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അച്ഛൻ ഇവിടുന്ന് പോകുന്നത്. 5-ാം തീയതി മരണപ്പെടും. എന്താണ് പേട്ട പോലീസ് സ്വീകരിച്ച നടപടി? ഒരു മാസം വരെ അവർ വച്ചിട്ട് ഒരിടത്തും അറിയിച്ചിട്ടില്ല. അവർ മറവ് ചെയ്തു എൻ്റെ മോൻ്റെ ബോഡി. മാർച്ച് 5-ാം തീയതി ട്രെയിൻ തട്ടുന്നതാണ്. ട്രെയിൻ തട്ടിയതല്ല, കൊലപാതകമാണ്. അതറിഞ്ഞേ പറ്റുള്ളൂ. ട്രെയിൻ തട്ടിയാൽ തെന്നിപ്പോവും. ഇത് ട്രെയിൻ തട്ടിയതല്ല, ഈ സൈഡ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. ആ സൈഡ് വീഡിയോ ഉണ്ട്, ആ സൈഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരാതി നൽകിയത് ഏത് സ്റ്റേഷനിലാണ്? അവരെന്താണ്? വട്ടപ്പാറ സ്റ്റേഷനിലാണ് അറിയാം. വട്ടപ്പാറ പോലീസ് പറയുന്നത് ഞാൻ പോയി തിരക്കി, ഇന്ന് നാളെ വരും, ഇന്ന് അവർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനെ ഈ പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഒരു കേസ് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അവർ എങ്ങനെ മിസ്സിങ് ആയി എങ്ങനെയൊന്നും ഒരു തെളിവുമില്ല. നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്താ സംഭവിച്ചത്, നമുക്കറിയണത്. അച്ഛൻ പറയുന്നല്ലോ കൊലപാതകമാണ്. അങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ എന്താണ് അതിന്റെ ഒരു കാരണം എന്താണ്? അല്ലെങ്കിൽ സംശയം ഉണ്ടായിട്ടാ അങ്ങനെ ഈ സംശയത്തിന് ഈ പയ്യൻ വിളിച്ചോണ്ട് പോയി. ഈ പയ്യൻ ഒളിവിലായിരുന്നു. ഇന്നലെയാണ് വട്ടപ്പാറ അവൻ്റെ അമ്മ ഇവനെ കൊണ്ടുവന്നത്. പോലീസുകാരല്ലേ പിടിച്ചത്. ഇവൻ്റെ അമ്മയാണ് വട്ടപ്പാറ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയത്. അതറിയില്ല. അമ്മയെന്ന് മോനെ തർക്കമാണോ അത് നമുക്കറിയില്ല. പക്ഷെ എൻ്റെ മോൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവനെ അറിയാം സത്യം. എന്ന് പറഞ്ഞല്ലോ, കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്ത് എന്ന് പറഞ്ഞു. ആ സുഹൃത്തും ഈ നിങ്ങളുടെ മകനും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ തർക്കമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ തർക്കം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വട്ടപ്പാറ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞത് മോൻ ഓട്ടയ്ക്കകത്തുണ്ടായിരുന്നു. അവൻ്റെ അമ്മൂമ്മ പറഞ്ഞെന്ന് ഈ ഫോട്ടോ കഴിഞ്ഞ് മോൻ ഓട്ടയ്ക്കകത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഇത് സത്യത അറിഞ്ഞത് മോൻ മരിച്ചതെന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തിക തർക്കമടക്കം പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല, അതിനുള്ള തർക്കമായിരുന്നു എന്ന് പറയുന്നത് കേട്ട്. വേറെ ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തോ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. നമുക്ക് ആ സത്യത അറിയാൻ പറ്റുള്ളൂ. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഒരു നടപടിയും ഇവിടെ വന്നിട്ടില്ല. അവർ തിരക്കിയിട്ട് എന്താണ് ചോദിച്ചിട്ടില്ല. അന്ന് 3 മാസം ഞങ്ങൾ കേസ് കൊടുക്കും. 3-ാം തീയതി മിസ്സിങ് പറഞ്ഞുകൊണ്ട് ഇതായും 14 നമ്മൾ കേസ് കൊടുക്കുന്നു. അതിനെക്കുറിച്ച് ഒരു തിരക്കും തിരക്കിയിട്ടില്ല. ഇവിടെ തിരക്കിയിട്ടില്ല അവർ. ഫോട്ടോ അടക്കം തന്നെയാണ് കൊടുത്തത്. സ്റ്റേഷനിൽ കൊടുത്ത ഫോട്ടോയൊക്കെ ഉണ്ട്. അവൻ്റെ ഫോട്ടോ ഇതിലുണ്ട്. അച്ഛൻ പറയുന്നത് ഫോട്ടോ അടക്കം വട്ടപ്പാറ പോലീസിൽ നൽകിയതാണ്. പക്ഷേ ഒരു രീതിയിലുമുള്ള നടപടി ഇപ്പോൾ 3 മാസം പിന്നിട്ടിരിക്കുന്നു. മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ സംഭവ സമയത്ത് പോലും നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കിനിപ്പോൾ ഒരു നീതി വേണം. എന്താണ് അടുത്ത അച്ഛൻ്റെ ഇത് നമ്മുടെ നടപടി എന്ന് വെച്ചാൽ ഇത് എന്താണ് സംഭവിച്ചത് നമുക്കറിയണം. ഈ മരണം വീഴ്ചയുണ്ട്, അവരെ തെറ്റുണ്ടായിട്ടുണ്ട്. ഇപ്പം ബംഗാളി എന്ന് പറഞ്ഞ് അവര് സംസ്കരിക്കുകയാണ് ഉണ്ടായത്. നിങ്ങളൊരു സുഹൃത്ത് നാട്ടുകാരനാണ്. അപ്പൊ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നടപടി? ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളിത് സാധാരണഗതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പ്രാരംഭത്തിലാണ് നടക്കുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് കൂടി ആലോചിച്ച് കുടുംബമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും. പല ഘട്ടത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഈ ഒരു വീഴ്ചയെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? ഒരു ജീവനാണ്. അപ്പോൾ കുട്ടിയുടെ പിതാവിനൊപ്പം നിങ്ങളുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത നടപടി? അടുത്ത നടപടി BJPയുടെ നടപടി. ഇതിനെ ശക്തമായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഈ കുട്ടിയുടെ ദുരൂഹ മരണത്തിനുള്ള കാരണം അന്വേഷിച്ച് കുടുംബത്തിന് ലഭിക്കണം. അതുപോലെ തന്നെ ഇത്രയും പാവപ്പെട്ട കുടുംബത്തിൽ ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ ഇതേപോലെ വ്യാപിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു കുട്ടിയെ മരണപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളോളം ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഇന്നലെ കൂടെ കാണാതെ ഒരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ആ കുട്ടിയുടെ പറഞ്ഞതിനനുസരിച്ച് മരണപ്പെട്ടു. ഇന്ന് ആ കുട്ടിയാണ്, 16 വയസ്സുള്ള കുട്ടിയാണ് പോലീസിൽ അറിയിക്കുന്നത്. അതനുസരിച്ചിട്ട് പേട്ട സ്റ്റേഷനിൽ വെച്ച് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ മരണപ്പെട്ട് കുട്ടി മരിച്ചു കിടന്നെന്നും ആ അന്വേഷണം പേട്ട സ്റ്റേഷനിലേക്ക് കുടുംബം ഇന്നലെ പോയി. അച്ഛനും കുട്ടിയുടെ അമ്മാവനും കൂടി ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കിട്ടിയ അറിവ്, കുട്ടിയെ ഇവിടെ കുട്ടിയുടെ ബോഡി കിട്ടി, ആളിനാൽ
ഒരു അന്യ സംസ്ഥാന തൊഴിലാളി എന്ന രീതിയിൽ സംസ്കരിച്ചു. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ന്യായമല്ല. അത് 5-ാം തീയതി പരാതി കൊടുക്കുന്നു, 5-ാം തീയതി കുട്ടി മരിക്കുന്നു. അവർ പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ വിവരമുണ്ട്, കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. 8-ാം തീയതി വട്ടപ്പാറ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഈ ഫോട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഈ ഫോട്ടോ പാസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോയാണ് അല്ലെങ്കിൽ കുട്ടിയാണെന്ന് പേട്ട സ്റ്റേഷനിൽ തിരിച്ചറിയേണ്ട ബാധ്യത പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇതൊന്നും ചെയ്യാതെ, ഇത് അന്വേഷിക്കുക പോലും ഒരു അന്വേഷണം നടത്താതെ ഈ ഫയൽ ക്ലോസ് ചെയ്യുകയും കുട്ടിയെ സംസ്കരിക്കുകയും ചെയ്തു. ഇതിൽ ഇവിടെ കുടുംബത്തിനും കുട്ടിയുടെ രക്ഷകർത്താനുള്ള പരാതി, ഇതിലെന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് കുട്ടിയെ കാണാതായതിൽ തുടർന്ന് നമ്മുടെ ഈ രക്ഷകർത്താക്കൾ പറയുന്നത്. ഇതിനെതിരെ BJP ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ പല പരിപാടികളും സംഘടിപ്പിച്ച് കുട്ടിയുടെ കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കുവാനുള്ള മുന്നേറ്റത്തിലാണ്. അവർക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെയാണ് ഏറ്റവും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പേട്ട പോലീസിന് മുൻപാകെ ഒരു മൃതദേഹം എത്തുമ്പോൾ അത് അന്യസംസ്ഥാന തൊഴിലാളിയുടെയാണ് എന്ന രീതിയിൽ 1 മാസം അവർ കാത്തിരുന്നു, മോർച്ചറിയിൽ വെച്ചു, അതിനുശേഷം സംസ്കരിച്ചു എന്നുള്ളതാണ് പേട്ട പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. കുടുംബം സ്റ്റേഷനിൽ എത്തിയപ്പോഴും അവരെ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലാണ്. പക്ഷേ ഒരു മൃതദേഹം അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി ചിത്രമടക്കം നൽകിയതാണ് ഒരു 16-കാരനെ കാണാനില്ല എന്നുള്ളത്. ആ ഫോട്ടോ വെച്ച് മാച്ച് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ DNA പരിശോധന നടത്തി ഒരു വ്യക്തത വരുത്താനോ ഒന്നും തന്നെ പോലീസ്, അത് പ്രത്യേകിച്ച് പേട്ട പോലീസ് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പേട്ട പോലീസ് മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വട്ടപ്പാറ പോലീസിന് പരാതി നൽകിയതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി സ്വീകരിക്കാനോ കുടുംബത്തിൻ്റെ ആകുലതകൾ കേൾക്കാനോ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചറിയാൻ പോലും ഈ വീട്ടിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും എത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഒരു സാധാരണക്കാരൻ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ എങ്ങനെയാണ് പോലീസ് അവരെ കാണുന്നത്, അവരെ വീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് 16-കാരനായ അഭിജിത്തിൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ, അഭിജിത്ത് ഇവിടുന്ന് പോകുമ്പോൾ സന്തോഷമായിട്ടാണോ പോയത്? എന്തെങ്കിലും പറഞ്ഞു? ഉത്സവത്തിൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഉച്ചയ്ക്ക് പോയി, രാവിലെ കുളിച്ച് ഉച്ചയ്ക്ക് പോയി അന്നദാനം ഉണ്ടിട്ട് വന്ന് വൈകുന്നേരം വീണ്ടും വന്ന് കുളിച്ച് വേറെ വീട്ടിലിരുന്ന പഴയ ഡ്രസ്സ് ഇട്ടും കൊണ്ട് ആണ് പോയത്. ഗാനമേള ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അവൻ നിന്ന കടയിൽ പിറ്റേന്ന് പോകണം പൈസ വാങ്ങിക്കാനെന്ന് പറഞ്ഞ് പൈസ തലേ ദിവസം ഈ മോൻ ചോദിച്ചിട്ട് 10 പൈസ പോലും മോന് ജോലി ചെയ്ത കൊടുത്തില്ല. മോൻ്റെ ശരീരത്തൊക്കെ അടിച്ച പാടുണ്ടായിരുന്നു. എന്നെ കാണിച്ചില്ല, എൻ്റെ മോളെ കാണിച്ച്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അമ്പലത്തിൽ പരിപാടിക്ക് പോയി, ഉത്സവമായിരുന്നു നമ്മളെ കുടുംബക്ഷേത്രത്തിൽ. ഞാൻ പോയപ്പോൾ മോൻ ഇവിടെ ഉറങ്ങി കിടക്കണം. ഇപ്പം വിളിച്ചുകൊണ്ട് പോയ പയ്യൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കൂടെ മോൻ പോയി. പിന്നെ പിറ്റേന്ന് വന്നിട്ടാണ് ഇവിടെ ഉത്സവം കൂടാൻ പോയതും എല്ലാം. ആ മോൻ പോയിട്ട് പിന്നെ കാണുന്ന ഈ ഫോട്ടോയാണ് കാണുന്നത്. ആരെങ്കിലും സംശയമുണ്ടോ? ആരെങ്കിലും ഈ കൊണ്ടുപോയ പയ്യൻ തന്നെ അവന്. അല്ലാതെ എൻ്റെ മോൻ ഒരു ഈ ട്രെയിൻ തട്ടിയെന്നൊക്കെ പറയണ വെറുതെ എൻ്റെ മോനെ അപകടപ്പെടുത്തിയാണ്. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല. അവൻ ഇതിനെ കാട്ടി ഭയങ്കര വിഷമങ്ങളുണ്ടായിട്ട് അവന് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവന് ചെയ്തൂടെ? ഈ നമ്മളെ ഈ നാട്ടിൽ നിന്ന് പോയി അവിടെ ചെന്ന് ചെയ്യണോ നമ്മൾ? എൻ്റെ മോനെ അവൻ തൊലച്ചാണ്. എൻ്റെ മക്കള് അവന് പൈസ ജോലി ചെയ്തൊന്നും കൊടുത്തില്ല. എൻ്റെ മക്കൾ പൈസ ഇട്ടപ്പോൾ അവനെ ഉപദ്രവിച്ച് ഒരുപാട്. ഭയങ്കര ക്ഷീണിതനായാണ് തലേദിവസം ഇവിടെ വന്ന് കിടന്നത്. ഞാൻ ചോദിച്ചു, മക്കളെ നിനക്ക് ആഹാരമൊന്നും കിട്ടിയില്ലേ? ആർത്തിയോടെ വന്ന് ആഹാരം ചോദിച്ചു വാങ്ങിച്ച് കൈയും കാലും പോലും കഴിയില്ല. ഞാൻ പറഞ്ഞു, മക്കളെ കൈയും കാലും ദേഹമൊക്കെ കഴിയിട്ടു ആ വെളിയിൽ നിന്ന് വന്ന് എനിക്ക് വിശന്ന് വയ്യ മാമ, എനിക്ക് ആഹാരം എന്താന്ന് പറഞ്ഞ് ഞാൻ ആഹാരം വിളമ്പി കൊടുത്ത് അത് കഴിച്ചിട്ട് എൻ്റെ മടിയിലോട്ട് തല അയച്ച് കിടന്ന് ഞാൻ കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ കൂടെ ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പോയതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ജോലി ഇറക്കി പോയല്ല അമ്മാമ, എനിക്ക് ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം, ഇനി എനിക്ക് നല്ലതാവണം അമ്മാമ, എൻ്റെ അമ്മയൊക്കെ എനിക്ക് നോക്കണം, എനിക്കൊരു മൊബൈൽ വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് എൻ്റെ മടി തല വെച്ച് കിടന്ന് കുറേ കരഞ്ഞിട്ടാണ് ഞാൻ ഇനി കിടന്നോട്ടമ്മ. എൻ്റെ മക്കളിവിടെ ഇല്ലായിരുന്നു, ഒരു തെങ്കാശി അമ്പലത്തിൽ പോയിരുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. എൻ്റെ മരുമോൻ വിളിച്ച് മോനെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് വാലേ പരിപാടിക്ക് പോകും മരുമോൻ. എന്നിട്ട് മോൻ
എന്നോട് ചോദിച്ചു ഞാൻ പോയി കിടക്കട്ടെ മാമ, എനിക്ക് ഉറക്കമായിരുന്നു. ഞാൻ പറഞ്ഞു മക്കൾ പോയി കിടന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ മോനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര ക്ഷീണിതനായിട്ട് അവന് വാർമൂലും ഇല്ലാത്ത ഉറക്കമായിരുന്നു. ഈ കടയിൽ നിന്ന് ഉറക്കവും ആഹാരവും ഒന്നും കിട്ടിയില്ല മോന്. അമ്മൂമ്മ സൂചിപ്പിച്ചതുപോലെയാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്ത് മുറിവുകളടക്കമുണ്ടായിരുന്നു, പാടുകളുണ്ടായിരുന്നു. അമ്മ കണ്ടിരുന്നോ പോകുന്നതിൻ്റെ തലേ ദിവസം ശരീരത്ത് പാടുകളൊക്കെ ഉണ്ടായിരുന്നു? പോണേൻ്റെ എന്നെ കാണിച്ചായിരുന്നു. അടി കിട്ടിയ പാടാണെന്ന് എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചപ്പം ആരൊന്നൊന്നും പറഞ്ഞില്ല. അടി കിട്ടിയെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അതൊന്നും പറഞ്ഞില്ല. ജോലി നിൽക്കുന്ന കട ആരുടെയാണ്? അവരുമായിട്ട് അവർ ഈ സംഭവം നടന്നതിന് ശേഷം നിങ്ങളോട്ട് ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, ബന്ധപ്പെട്ടിട്ടില്ല. വിളിച്ചോണ്ട് പോയി അവനെ വിളിച്ചിട്ട് അവൻ്റെ കൂടെ ഇല്ലെന്നാണ് അവൻ പറഞ്ഞത്. എനിക്ക് അവൻ അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞത്. എത്ര ദിവസമായി അവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങി? കുറേ നാളായി? കുറേ നാളായി ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. ശമ്പളമൊന്നും കൃത്യസമയത്ത് കൊടുത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ മോന് ശമ്പളം കൊടുക്കാതെ അത് കൊടുക്കാൻ മമ്മി, അവനെ കൊണ്ടുപോയി അവനെ ശമ്പളം വാങ്ങിച്ച് കൊടുത്തിങ്ങി വിടാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാണ്. സമയത്ത് കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല, മോനും ഫോണൊന്നുമില്ല. മോൻ ഉപയോഗിക്കില്ല. ഒന്നി അമ്മയുടെ ഫോൺ അല്ലെങ്കിൽ എൻ്റെ ഫോൺ എടുത്ത് അവൻ ഉപയോഗിക്കുള്ളൂ ആരെങ്കിലും വിളിക്കണമെങ്കിലും. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൃഷ്ണരാജ്, ഒരു ആശങ്ക നിറഞ്ഞ ദിവസങ്ങൾ, മണിക്കൂറൊക്കെയാണ്. ഈ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ കുടുംബം നോക്കേണ്ട. അതായത് ഒരുപക്ഷെ ആ സുഹൃത്തിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വെളിപ്പെടുമായിരിക്കാം. കാരണം ട്രെയിൻ തട്ടി മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ മരണം നേരിൽക്കേണ്ടത് പോലെയാണല്ലോ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനാകും. ആ വീട്ടിലെ മുഴുവൻ പേരുടെയും കണ്ണുനീരിന് ഒരു അറുതി വരുത്താൻ എന്തിനാണ് വട്ടപ്പാറ പോലീസ് അവ്യക്തമായ കളി കളിച്ചതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. ഒരാളുടെ മൃതദേഹം കിട്ടിയാൽ അത് ആരുടേതെന്ന് അന്വേഷിച്ച് കണ്ടെത്തൽ പോലീസിൻ്റെ പണിയാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് അവ്യക്തത ഇപ്പോഴും അവശേഷിക്കുന്നു? അടിമുടി ദുരൂഹത എന്തുകൊണ്ട്? ചോദ്യങ്ങൾ നിരവധിയാണ്. ഒരുപക്ഷെ ഈ വാർത്ത തന്നെ നമുക്ക് അടുത്ത ബുള്ളറ്റിനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുമെന്ന് കരുതുന്നു. ഏതായാലും പുത്തൻ പുലരി 2 മണിക്കൂർ പൂർത്തിയാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനത്തിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ.